ഹരി ഓം. ശ്രീ പതഞ്ജലി യോഗ ശിക്ഷണ സമിതിയുടെ ഞായറാഴ്ച ഭൗതിക ഇന്ന് നമ്മോടൊപ്പം ചേർന്ന് നമുക്ക് വേണ്ടി ഭൗതിക അവതരിപ്പിക്കുന്നത് ശ്രീ പ്രമോദ് മാധവൻ സാറാണ്. വിഷയം വീട്ടുവളപ്പിലെ പച്ചക്കറികൾ. അദ്ദേഹം കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അദ്ദേഹത്തിന് ബെസ്റ്റ് അഗ്രികൾച്ചറൽ ഓഫീസർ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് 2018. 2022 അദ്ദേഹത്തിന് കർഷക ഭാരതി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ജൂറി അവാർഡ് ഫോർ ഫാം ജേർണലിസം അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അദ്ദേഹം വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും ബിരുദം നേടി. അദ്ദേഹത്തിന്റെ കൊല്ലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ഇതിലൊക്കെ ഉപരി നമ്മളുടെ അജയകുമാർ അണ്ണന്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ ഹരിയോം. നമുക്ക് അദ്ദേഹത്തിനെ പ്രമോദ് മാധവൻ സാറിനെ ക്ഷണിക്കാം. സബ്ജക്ട് വീട്ടുവളപ്പിലെ പച്ചക്കറികൾ. ഹരിയോം. ഹരിയോം സർ. ഹരിയോം. ഗുഡ് മോർണിംഗ്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അപ്പോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ക്ലാസ്മേറ്റുമായ അജയകുമാറിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അപ്പം എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ നിങ്ങളുടെ കൂട്ടായ്മയെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല, എങ്കിലും യോഗ അതുപോലെയുള്ള കാര്യങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എല്ലാവരും കൃഷിയോട് താല്പര്യമുള്ളവരായതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു പ്രോഗ്രാം നിങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ചെറിയൊരു പ്രോബ്ലം വന്നു. ഞാൻ മൊബൈലിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ പ്രസന്റേഷൻ ഞാൻ ഈ മൊബൈലിലൂടെയാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ധാരാളം രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ അറിഞ്ഞോ അറിയാതെയോ വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെ രാസവസ്തുക്കൾ ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല. പല രീതിയിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയും ശ്വസിക്കുന്ന വായുവിലൂടെയും കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങളിലൂടെയും ഒക്കെ തന്നെ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള രാസവസ്തുക്കൾ, മലിനമായിട്ടുള്ള വസ്തുക്കളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ടെന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയും. എങ്കിൽ പോലും അറിഞ്ഞുകൊണ്ട് വിഷം കഴിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവാതിരിക്കണം എന്നുള്ളത് ഒരാവശ്യകതയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീടുകളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കില്ലേ എന്നുള്ള ചോദ്യം ലോകമെമ്പാടും ഉയരുന്നുണ്ട്. ഒരു ദിവസം ഒരാൾ 300 ഗ്രാമെങ്കിലും പച്ചക്കറികൾ കഴിച്ചിരിക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ അഭിപ്രായം. മറ്റ് ഭക്ഷ്യവസ്തുക്കളിലും നമുക്ക് ഉദാഹരണത്തിന് ഇപ്പം ധാന്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഊർജത്തിനുള്ള, നമ്മുടെ ജോലി ചെയ്യാനുള്ള കാലറീസ് നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നത് ധാന്യങ്ങളിൽ നിന്ന്. അതുപോലെ പയറുവർഗ്ഗങ്ങൾ കഴിക്കുമ്പോഴാണ് നമ്മളുടെ ശരീര പേശികൾക്ക് ആവശ്യമായിട്ടുള്ള ദൃഢത ലഭിക്കുന്നത്. പ്രോട്ടീൻ അത് നമുക്ക് പാല്, മുട്ട, ഇനി നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇറച്ചി, പയറുവർഗ്ഗങ്ങൾ ഇതിൽ നിന്നും കിട്ടും. അതുപോലെ നമുക്ക് നമ്മുടെ ശരീരത്തില് ഊർജം സ്റ്റോർ ചെയ്യുന്നത് കൊഴുപ്പിന്റെ രൂപത്തിലാണ്. അപ്പൊ അതും നേരത്തെ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും കിട്ടും. പക്ഷെ പച്ചക്കറികൾ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്നുള്ള വിഭാഗത്തിൽപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അതായത് ശരീരത്തിന് വേണ്ട ദഹന നാരുകൾ, ആന്റി ഓക്സിഡന്റുകൾ, വൈറ്റമിനുകൾ, മിനറൽസ്, കളേഴ്സ്, നിറങ്ങൾ, ഇതൊക്കെ നമുക്ക് മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് ലഭിക്കാൻ സാധ്യത കുറവാണ്. അപ്പൊ അത് പച്ചക്കറികളുടെ നിരന്തരമായ ഉപയോഗത്തിലൂടെ മാത്രം ശരീരത്തിന് കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് വിളിക്കുന്നത്. ഒരു ദിവസം 300 ഗ്രാമെങ്കിലും പച്ചക്കറികൾ നമ്മൾ
കഴിച്ചിരിക്കണം എന്നുള്ളതാണ് മൈ ഹെൽത്തി ഫുഡ് പ്ലേറ്റ് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇത് പുറമേ നിന്ന് വാങ്ങുമ്പോഴുള്ള പ്രശ്നങ്ങൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു. അത് കീടരോഗങ്ങൾ വരാതിരിക്കാൻ, അല്ലെങ്കിൽ അതിന് കൂടുതൽ ആകർഷണീയത കിട്ടാൻ, അതിന് കൂടുതൽ മുഴുപ്പും നിറവും കിട്ടാനായിട്ട്, അല്ലെങ്കിൽ വിളവെടുത്തതിന് ശേഷം അത് വിദൂര മാർക്കറ്റുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആകർഷണീയത നഷ്ടപ്പെടാതിരിക്കാൻ, അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി വിവിധങ്ങളായിട്ടുള്ള രാസജൈവ വസ്തുക്കൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു കടയിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ഏറ്റവും ഫ്രഷ് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമാണല്ലോ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കടക്കാരന്റെയും ഒരു കർഷകന്റെയും ആവശ്യം അതിന്റെ ഫ്രഷ്നെസ്സും ആകർഷണീയതയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ കാര്യത്തിന് വേണ്ടിയിട്ട് അതിനകത്ത് പ്രിസർവേറ്റീവ്സ്, പ്രൊട്ടക്റ്റൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതില്ലാതെ അതിൽ നിന്നും മോചനം കിട്ടുന്നതിനായിട്ട് നമുക്ക് നമ്മളുടേതായ വിഭവങ്ങൾ ഉപയോഗിച്ച് പരിമിതമായ തോതിലെങ്കിലും വീട്ടുവളപ്പിൽ അല്ലെങ്കിൽ ടെറസിൽ അല്ലെങ്കിൽ ബാൽക്കണിയിൽ പച്ചക്കറികൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതിന്റെ ചില അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങൾ തന്നെ ആയിരിക്കണം നമ്മളുടെ കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും നമ്മുടെ വീടുകൾ നിൽക്കുന്നത് ചെറിയ പ്ലോട്ടിലായിരിക്കും, ഒരു 5 സെന്റ് 10 സെന്റ് പോലുള്ള പ്ലോട്ടുകളിലായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്ത് ധാരാളം മരങ്ങൾ, ഫലവൃക്ഷങ്ങളോ തെങ്ങോ ഒക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു പ്രവണത നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മളുടെ പുരയിടങ്ങളിൽ അല്ലെങ്കിൽ വീട്ടുവളപ്പുകളിൽ ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനാണ് നമ്മളുടെ ഉദ്ദേശമെങ്കിൽ അവിടെ സൂര്യപ്രകാശത്തിന്റെ ലഭ്യത, ഗ്രൗണ്ടിലേക്ക് സൂര്യപ്രകാശം കടന്നു വരുന്നത് സ്വാഭാവികമായിട്ടും കുറയുകയും പച്ചക്കറി കൃഷിക്ക് അത് അനുയോജ്യമല്ലാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ പച്ചക്കറി കൃഷിക്ക് വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങൾ തന്നെ ആയിരിക്കണം നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആൾക്കാർ ടെറസ് ഇതിന് പറ്റിയ ഒരിടമായിട്ട് മനസ്സിലാക്കിയത്. ഇപ്പൊ ടെറസിലാവുമ്പോൾ ഈ പറയുന്നോണം ഇഷ്ടംപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സാഹചര്യം എല്ലാ ഇടങ്ങളിലും ഉണ്ടാവും. പക്ഷെ ഫ്ലാറ്റുകളിലോ ഒക്കെ താമസിക്കുന്നവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്വന്തമായിട്ട് ടെറസിന്റെ ലഭ്യത കുറവായിരിക്കും. അപ്പൊ കൃഷി വിജയിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ഞാൻ ചൂണ്ടിക്കാട്ടുന്നത് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങൾ തന്നെയായിരിക്കും. സൂര്യനാണ് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന്റെ ആധാരം, അടിസ്ഥാനം എന്ന് നമുക്കറിയാം. ഈ സൂര്യപ്രകാശത്തെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ചെടികൾ ഭക്ഷണമാക്കി മാറ്റുന്നത്. അപ്പൊ ചെടികളുടെ ഇലകളിൽ ഇടതടവില്ലാതെ സമൃദ്ധമായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നതിന് വേണ്ടി 6 മുതൽ 8 മണിക്കൂർ വരെ എങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം തന്നെ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ കൃഷി ചെയ്യുന്നത് ചിലപ്പോ ഗ്രൗണ്ടിൽ മണ്ണിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഗ്രോ ബാഗിലോ ചാക്കിലോ ചട്ടിയിലോ കണ്ടെയ്നറുകളിലോ ആയിരിക്കും. അപ്പൊ ഇതില് ഗ്രൗണ്ടിലാണെങ്കിലും കണ്ടെയ്നറുകളിലാണെങ്കിലും ഈ ചെടി വളരാൻ പോകുന്ന ആ ഗ്രോയിങ് മീഡിയം അല്ലെങ്കിൽ ആ പോട്ടിംഗ് മിക്സ്ചർ എന്ന് പറയുന്നത് നല്ല നീർവാർച്ചയുള്ളതായിരിക്കും, പ്രോപ്പർ ഡ്രെയിനേജ് ഉള്ളതായിരിക്കണം. ഡ്രെയിനേജ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഈ ചെടികളുടെ വേരുകൾക്ക് ബ്രീത്തിങ് ട്രബിൾ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഓക്സിജന്റെ ലഭ്യത കുറവുണ്ടാവും. അപ്പൊ ഓക്സിജന്റെ ലഭ്യത കുറവുണ്ടായി കഴിഞ്ഞാൽ ഈ പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ രോഗം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ബാക്ടീരിയകളും ഫംഗസുകളും മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സാധ്യത. ഇപ്പൊ എയറേഷൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ചെടികൾ അഴുകിപ്പോവുകയോ വാടിപ്പോവുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നല്ല സൂര്യപ്രകാശം, രണ്ടാമത്തെ പോയിന്റ് നല്ല വായു സഞ്ചാരമുള്ള മണ്ണ് അല്ലെങ്കിൽ പ്രോപ്പർ ഡ്രെയിനേജ്, നീർവാർച്ച ഉള്ള മിശ്രിതം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ
കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന സ്ഥലത്തെ മണ്ണിന് അസിഡിറ്റി അല്ലെങ്കിൽ പുളിപ്പിന്റെ ആധിക്യം ഉണ്ടാവും. അപ്പൊ അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ശരിയായി പ്രയോജനപ്പെടുത്താൻ അബ്സോർബ് ചെയ്യാനായിട്ട് ചെടികൾക്ക് ബുദ്ധിമുട്ട് വരും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മണ്ണിന്റെ അസിഡിറ്റിയെ നിർവീര്യമാക്കാൻ അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് കുമ്മായ വസ്തുക്കൾ അല്ലെങ്കിൽ ലൈമിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് പൗഡർ ഇത് തുടക്കത്തിലെ തന്നെ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ശരിയായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് മണ്ണ് പരിശോധനയ്ക്കുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ മണ്ണ് പരിശോധിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ അസിഡിറ്റിയുടെ നിലവാരം അറിയാൻ സാധിക്കും. അപ്പം അസിഡിറ്റി 6-നും 7-നും ഇടയ്ക്ക് pH എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ 6-നും 7-നും ഇടയിൽ pH വരുന്ന സാഹചര്യം ആണ് ചെടികൾക്ക് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ആ pH 6-നും 7-നും ഇടയിലേക്ക് കൊണ്ടുവന്ന് ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതിനുവേണ്ടി കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് പൗഡർ, കാൽഷ്യം മെഗ്നീഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ഡോളോമൈറ്റ് പൗഡർ നമ്മൾ നിലം ഒരുക്കുന്ന സമയത്ത്, മണ്ണ് ഒരുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി കണ്ടെയ്നറുകളിൽ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ചാക്കിലോ ഒക്കെയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അതിന്റെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ടും അതിന് വേണ്ടത് 3 കാര്യങ്ങളാണ്. 1 മേൽമണ്ണ് അല്ലെങ്കിൽ ടോപ്പ് സോയിൽ, 2 അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടി, 3 ഈ മണ്ണ് തറഞ്ഞു പോവാതിരിക്കാൻ, കോമ്പാക്റ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒന്നുകിൽ ആറ്റുമണൽ, റിവർ സാൻഡ്, അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നന്നായി കമ്പോസ്റ്റ് ആയിട്ടുള്ള ചകിരിച്ചോറ്, പാർപ്പിറ്റ്. ഇപ്പം മേൽമണ്ണ്, ആറ്റുമണല് അല്ലെങ്കിൽ പാർപ്പിറ്റ് കമ്പോസ്റ്റ്, അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടി. അപ്പം നമുക്ക് വീട്ടിൽ വിജയകരമായിട്ട് കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളും നമ്മൾ സംഘടിപ്പിക്കണം. ഇനി എങ്ങനെയാണ് അതിനെ മിക്സിങ്ങിലേക്ക് പോകുന്നത് നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ മേൽമണ്ണ്, നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മേൽമണ്ണിന്റെ പുളിപ്പിനെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു ചട്ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു ചാക്കിലേക്ക് വേണ്ട മേൽമണ്ണിൽ കുമ്മായപ്പൊടി അല്ലെങ്കിൽ ഡോളമൈറ്റ് പൗഡർ നന്നായി മിക്സ് ചെയ്ത് ഒരു 2 ആഴ്ചത്തേക്ക് അതിനെ കവർ ചെയ്ത് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള UV ഷീറ്റോ അല്ലെങ്കിൽ ചാക്കോ അല്ലെങ്കിൽ ടാർപാളിനോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണും കുമ്മായവും ചേർത്ത് 2 ആഴ്ച സൂക്ഷിച്ചു വെക്കുക, മിക്സ് ചെയ്ത്. ബൈ ദ ടൈം ആ സോയിൽ റിയാക്ഷൻ നടക്കുകയും ആ മണ്ണിന്റെ അസിഡിറ്റി കുറഞ്ഞു വരികയും അത് ഒരു 6-നും 7-നും ഇടയിലേക്കായിട്ട് സ്റ്റെബിലൈസ്ഡ് ആവുകയും ചെയ്യും. അപ്പൊ ഈ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മുടെ ബാക്കിയുള്ള 2 ഇൻഗ്രീഡിയൻസ്, ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചകിരിച്ചോറിന്റെ കമ്പോസ്റ്റും കൂടി ഈ മണ്ണിലേക്ക് ചേർക്കും. ഇനി ഇതിന്റെ അനുപാതം എന്ന് പറയുന്നത് 1:1:1 എന്ന അനുപാതത്തിലായിരിക്കണം. അതായത് ഒരു കുട്ട മേൽമണ്ണിന് അതേ കുട്ട കൊണ്ട് ഒരു കുട്ട അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും അതേ കുട്ട കൊണ്ട് ഒരു കുട്ട കമ്പോസ്റ്റ് ആക്കിയ ചകിരിച്ചോറ്. അപ്പൊ ഈ രീതിയിൽ 1:1:1 എന്നുള്ള അനുപാതത്തിൽ തയ്യാറാക്കിയ മിശ്രിതം യാതൊരു കാരണവശാലും തറഞ്ഞു പോകില്ല. അതില് വെള്ളം വീണാൽ പോലും അത് പ്രോപ്പറായിട്ട് ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള ഒരു കപ്പാസിറ്റി അതിന് ഉണ്ടാവും. ഇനി ഇതിനെ കുറച്ചും കൂടി ന്യൂട്രിയന്റ് എൻറിച്ച്ഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 100 ഗ്രാം നന്നായി പൊടിഞ്ഞ എല്ലുപൊടിയും 100 ഗ്രാം പൊടിച്ച വേപ്പിൻ പിണ്ണാക്കും 5 ഗ്രാം മൈക്രോ ന്യൂട്രിയന്റ് മിക്സ്ചർ, നമുക്ക് വളക്കടകളിൽ മേടിക്കാൻ കിട്ടുന്ന മൈക്രോ ഫുഡ് അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയന്റ് മിക്സ്ചർ എന്ന് പറയുന്ന വളവും കൂടി ചേർത്ത് ഇതിനെ ഫോർട്ടിഫൈ ചെയ്യാം, ഇതിനെ സമ്പുഷ്ടീകരിക്കും. ഇപ്പോ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കുമ്മായ പ്രയോഗം നടത്തിയ മേൽമണ്ണ്, അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടി, ചകിരിച്ചോറിന്റെ കമ്പോസ്റ്റ്, 100 ഗ്രാം എല്ലുപൊടി, 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 5 ഗ്രാം മൈക്രോ ന്യൂട്രിയൻ മിക്സ്ചർ അല്ലെങ്കിൽ മൈക്രോ ഫുഡ് വളക്കടകളിൽ വാങ്ങാൻ കിട്ടും. ഇത്രയും സാധനങ്ങൾ ചേർക്കുന്ന മിശ്രിതമായിരിക്കണം നമ്മൾ ചട്ടിയിലോ ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ മിശ്രിതത്തിന് നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പർ ഡ്രെയിനേജ് ഉണ്ടാവും, പ്രോപ്പർ എയറേഷൻ ഉണ്ടാവും, അത് കോമ്പാക്ഷൻ വരത്തില്ല.
അതിനകത്ത് ആവശ്യത്തിന് NPKയും മൈക്രോ ന്യൂട്രിയൻസും ഉണ്ടാവും. അതിനകത്ത് മൈക്രോ ഓർഗാനിസംസിന് വളരാനുള്ള ഒരു ഫിസിക്കൽ അറ്റ്മോസ്ഫിയർ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ ഈ കാര്യത്തിൽ എവിടെയെങ്കിലും നമുക്ക് നമ്മൾ ഉദാസീനതയോ നിസ്സംഗതയോ അലംഭാവമോ അല്ലെങ്കിൽ അജ്ഞതയോ ഒക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൃഷിയുടെ വിജയപരാജയങ്ങളെ അത് നിർണായകമായിട്ട് ബാധിക്കും. അപ്പൊ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം, നല്ല നീർവാർച്ചയുള്ള മണ്ണ്, നേരത്തെ പറഞ്ഞ രീതിയിൽ തയ്യാറാക്കിയെടുത്ത ഗ്രോയിങ് മീഡിയം, ഇത്രയും കാര്യങ്ങൾ കൃഷിയുടെ വിജയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി സീസൺ ആണ്. നമ്മൾ ഏത് സീസണിൽ ഏത് വിള ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാൻ കഴിയില്ല. മാർക്കറ്റിൽ നമുക്ക് എപ്പോഴും എല്ലാ പഴങ്ങളും പച്ചക്കറികളും കിട്ടുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യം വലിയൊരു രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും പല കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള അഗ്രോ ക്ലൈമാറ്റിക് സിറ്റുവേഷൻസ് പല സംസ്ഥാനങ്ങളിലും ഉള്ളത് കൊണ്ട് ഏത് ഉൽപ്പന്നവും ഏത് കാലത്തും നമുക്ക് വിദൂര പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ മാർക്കറ്റുകളിലേക്ക് വരുന്നുണ്ടാവും. ഉദാഹരണത്തിന് കേരളത്തിലാണെങ്കിൽ ഹൈ റേഞ്ച് വട്ടവടയോ കാന്തള്ളൂരോ ഉള്ള സ്ഥലങ്ങളിൽ നിന്നും ക്യാബേജും കോളിഫ്ലവറും ബീൻസും ക്യാരറ്റും ഒക്കെ നിരന്തരമായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ നമുക്കിപ്പം കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് തക്കാളി ഇഷ്ടംപോലെ നമുക്ക് വർഷം മുഴുവൻ കിട്ടും. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് നമുക്ക് വർഷം മുഴുവൻ ഉള്ളി കിട്ടും. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഗ്രോ ക്ലൈമാറ്റിക് സിറ്റുവേഷനുകൾ രാജ്യത്ത് നിലനിൽക്കുന്നത് കൊണ്ട് എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും വർഷം മുഴുവൻ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ എല്ലാ പച്ചക്കറികളും ഒരു എല്ലാ സമയത്തും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമുക്ക് നമ്മുടെ ഒരു വർഷത്തെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തേത് നമുക്ക് വർഷകാലം അല്ലെങ്കിൽ റെയിനി സീസൺ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ജൂൺ മുതൽ നവംബർ വരെയുള്ള, കേരളത്തിലെ കാലാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്, ജൂൺ മുതൽ നവംബർ വരെയുള്ള കാലത്തെ മഴക്കാലം എന്ന് വിളിക്കാം. ഡിസംബർ മുതൽ ഏതാണ്ടൊരു ഫെബ്രുവരി ആദ്യം വരെയുള്ള കാലത്തെ നമുക്ക് ശീതകാലം അല്ലെങ്കിൽ വിന്റർ എന്ന് വിളിക്കാം. ഒരു ഫെബ്രുവരി പകുതി കഴിഞ്ഞ് ഒരു മെയ് മാസം വരെയുള്ള കാലത്തെ നമുക്ക് സമ്മർ അല്ലെങ്കിൽ വേനൽക്കാലം എന്ന് വിളിക്കാം. അപ്പൊ ഈ 3 കാലാവസ്ഥ, മഴക്കാലം, ശീതകാലം, ശൈത്യകാലം, വേനൽക്കാലം, ഈ 3 സമയത്തും നമ്മുടെ അന്തരീക്ഷത്തിന്റെ ടെമ്പറേച്ചർ, മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ, അതുപോലെ ഹ്യൂമിഡിറ്റി, അതിന്റെ ഈർപ്പം, റെയിൻഫോളിന്റെ ക്വാണ്ടിറ്റി, പാറ്റേൺ, സൂര്യപ്രകാശത്തിന്റെ ലഭ്യത, പകലിന്റെ ദൈർഘ്യം, ഇതൊക്കെ വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് മഴക്കാല കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത്, അതായത് മെയ് മാസത്തിന് ശേഷം ചെയ്യുന്ന കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് നമുക്ക് മുളക്, തക്കാളി, വഴുതന പോലെയുള്ള വിളകളാണ്. അതേസമയം നമുക്ക് ഈ പയർ എന്നൊക്കെ പറയുന്നത്, വള്ളിപ്പയർ എന്നൊക്കെ പറയുന്നത് വർഷം മുഴുവൻ കൃഷി ചെയ്യാവുന്ന വിളകളുമാണ്. അപ്പം മഴക്കാല കൃഷിക്ക് ഏറ്റവും അനുയോജ്യം മുളക്, തക്കാളി, വഴുതന, അമരപ്പയർ, വള്ളിപ്പയർ, ഇതൊക്കെ പറ്റിയ വിളകളാണ്. മറ്റു വിളകളും ചെയ്യാം, പക്ഷെ നമ്മൾ കൂടുതൽ അതിന് കെയർ കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. ഇനി വേനൽക്കാലം എന്ന് പറയുന്നത് നമുക്ക് വെള്ളരി വർഗ വിളകൾ, അത് പാവൽ, പടവലം, വെള്ളരി, മത്തൻ, കുമ്പളം, ചുരയ്ക്ക, പീച്ചിൽ, തണ്ണിമത്തൻ, പൊട്ടുവെള്ളരി, ചീര, വള്ളിപ്പയർ, ഇതൊക്കെ ചെയ്യാൻ പറ്റിയ കാലമാണ് വേനൽക്കാലം. ഈ ശീതകാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വെള്ളരി വർഗ വിളകളും ചെയ്യാം, അതോടൊപ്പം തന്നെ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കലി, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ബീൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ വിളകളും എല്ലാ സീസണിലും നമുക്ക് ഒരുപോലെ സാധ്യത ഇല്ല. ഓരോ സീസണിനും പറ്റിയ പച്ചക്കറി വിളകൾ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. ഇനി കമേഴ്ഷ്യൽ സ്കെയിലിൽ, വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും തൊട്ടടുത്ത മാർക്കറ്റിന്റെ പ്രിഫറൻസും കൂടി നോക്കേണ്ടത്. നമ്മൾ ഇത് എവിടെയാണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മാർക്കറ്റിൽ ചില പ്രിഫറൻസ് ഉണ്ടാവും. ഇപ്പൊ ചിലയിടത്ത് പാവയ്ക്ക, വെള്ളപ്പാവയ്ക്കൊക്കെ ആയിരിക്കും ഡിമാൻഡ്, ചിലയിടത്ത് പച്ചപ്പാവയ്ക്കൊക്കെ ആയിരിക്കും, ഇപ്പൊ ചിലയിടത്ത് വഴുതനങ്ങ വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ വയലറ്റ് വഴുതനങ്ങയ്ക്ക് ആയിരിക്കും ഡിമാൻഡ്, ചിലയിടത്ത് ഒരുപക്ഷെ ഉരുണ്ട വഴുതനങ്ങയ്ക്ക് ആയിരിക്കും ഡിമാൻഡ്. അങ്ങനെ കമേഴ്ഷ്യൽ സ്കെയിലിൽ ചെയ്യുമ്പോൾ ആ നിയർ ബൈ മാർക്കറ്റ്, നമ്മൾ ഇത് എവിടെയാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മാർക്കറ്റിന്റെ പ്രിഫറൻസും കൂടി നമ്മൾ നോക്കണം. അപ്പോൾ സീസൺ അനുസരിച്ച് ഏത് വിള വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നല്ല നടീൽ വസ്തുക്കൾ, പ്ലാന്റിംഗ് മെറ്റീരിയൽസ് തന്നെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്.
അപ്പൊ നമുക്ക് ധാരാളം സ്രോതസ്സുകളുണ്ട്, ധാരാളം സോഴ്സിൽ നിന്ന് നമുക്ക് തൈകളും വിത്തുകളും കിട്ടും. ഒരുപാട് കടകളുണ്ട്, ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്, കൃഷി വകുപ്പിന്റെ സ്കീമുകളിലൂടെ കിട്ടും. DFPCK എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. വഴിയോരങ്ങളിൽ ഈ വിത്തുകൾ വിൽക്കുന്ന ആൾക്കാരുണ്ട്. ചില കർഷകരുടെ അടുത്തുനിന്ന് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ കൂട്ടായ്മകളിലൂടെയോ ഒക്കെ നമുക്ക് വിത്തുകൾ തൈകളും കിട്ടാറുണ്ട്. അപ്പൊ ഏതാണെങ്കിലും നല്ല ഗുണമേന്മയുള്ള തൈകളും വിത്തുകളും ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. 10 ഗുണം 10 ഗുണം എന്നുള്ളത് മറ്റേത് കൃഷിയെയും പോലെ പച്ചക്കറി കൃഷിയിലും വളരെ പ്രധാനമാണ്. അപ്പൊ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഇടം, നല്ല നീർവാർച്ചയുള്ള മണ്ണ്, മണ്ണിന്റെ അസിഡിറ്റി ക്രമീകരിച്ചിരിക്കണം. അത് തറഞ്ഞു പോകാതിരിക്കാനും അതിൽ വായു സഞ്ചാരം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി മണ്ണ് അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടി, ചകിരിച്ചോറ്, കമ്പോസ്റ്റ് എന്നിവ ചേർത്തിരിക്കണം. ഇനി അതിന്റെ വളക്കൂറ് കൂട്ടുന്നതിന് വേണ്ടി വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, മൈക്രോ ന്യൂട്രിയൻ മിക്സ്ചർ ഇതൊക്കെ ചേർത്തിട്ടായിരിക്കണം നമ്മൾ അതിനകത്തേക്ക് തൈകളോ വിത്തുകളോ കൊണ്ടുപോയി നടേണ്ടത്. അപ്പൊ ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കൃഷി രീതിയിലൂടെ നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷി രീതി ഈ ഒരു പ്രോട്ടോകോൾ, ഈ ഒരു ക്രമം പാലിച്ചാണോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സ്വയം വിലയിരുത്തുക. അപ്പൊ ആ ക്രമം ശരിയായിട്ടല്ല പാലിക്കുന്നതെങ്കിൽ ഈ ക്രമത്തിലൊന്ന് ചെയ്ത് നോക്കി സ്വയം കൺവിൻസ്ഡ് ആവും. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് വിത്തുകൾ നേരിട്ട് പാകുകയോ അല്ലെങ്കിൽ സോയിങ്, ഇംഗ്ലീഷിൽ വിതയ്ക്കുക അല്ലെങ്കിൽ സോയിങ് എന്ന് പറയും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിത്തുകൾ നട്ട് ആ തൈകൾ പറിച്ചു നടുക അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റിങ് എന്ന് പറയുന്ന രീതിയോ നമുക്ക് അവലംബിക്കാം. അപ്പൊ 2 രീതി നമുക്ക് ഫോളോ ചെയ്യാം. ഒന്ന് വിതയ്ക്കൽ അല്ലെങ്കിൽ സോയിങ്, 2 പറിച്ചു നടൽ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ്. ഇപ്പൊ ചില ചെടികൾ പറിച്ചു നടുക തന്നെ വേണം എന്ന് നമ്മൾ ഗവേഷണങ്ങളിലൂടെ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മുളക്, തക്കാളി, വഴുതന, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കലി ഇങ്ങനെയുള്ള വിളകളെല്ലാം തന്നെ പറിച്ചു നടുന്നതാണ് ഏറ്റവും നല്ല വളർച്ചയ്ക്ക് ഉത്തമമെന്ന് തെളിയിച്ചിട്ടുണ്ട്. അതേസമയം പയറ്, വെണ്ട, പാവൽ, പടവലം, മത്തൻ, കുമ്പളം ഇതൊക്കെ തന്നെ നമുക്ക് നേരിട്ട് തന്നെ വിത്ത് തടങ്ങളിൽ പാകാനും സാധിക്കും. ഇനിയിപ്പോ പുതിയ രീതി പ്രോ-ട്രേ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ട്രേ എന്ന് പറയുന്ന 98 ക്യാവിറ്റികളുള്ള ട്രേകൾ മാർക്കറ്റിലുണ്ട്. ആ ട്രേകളിൽ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ വിത്തുകൾ പാകി മുളപ്പിച്ച് ആ വേര് പൊട്ടാതെ ആ മിശ്രിതത്തോടു കൂടി എടുത്ത് നമുക്ക് കൊണ്ടുപോയി തടങ്ങളിൽ നടുകയും ചെയ്യാം. അപ്പം അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് തീരുമാനിക്കാം. അത് ഡയറക്റ്റ് ആയിട്ട് സോ ചെയ്യണോ അതോ അത് പറിച്ചു നടുകയാണോ വേണ്ടതെന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കും. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, വൈകുന്നേരങ്ങളിലാണ് തൈകൾ നടാനായിട്ട് ഏറ്റവും അനുയോജ്യം. രാവിലെ നമ്മൾ തൈകൾ നട്ട് കഴിഞ്ഞാൽ പിന്നെ ശക്തമായ സൂര്യപ്രകാശം കുറച്ച് മണിക്കൂറുകൾ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ വേരുകൾക്ക് എന്തെങ്കിലും പൊട്ടലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തൈ വാടിപ്പോകും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും തൈകൾ നടുന്നത് വൈകുന്നേരങ്ങളിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കറിയാം, ഇത് മണ്ണിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ മണ്ണിൽ ഓൾറെഡി ഉള്ള പല ഫംഗസുകളും ബാക്ടീരിയകളും ഈ വേരിലുണ്ടാവുന്ന ചെറിയ മുറിവുകളിലൂടെ, ചെറിയ ഇഞ്ചുറീസിലൂടെ ഈ ചെടിയുടെ ശരീരത്തിനകത്തേക്ക് വരികയും അത് വാടിപ്പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ പുറത്തു നിന്നുള്ള മൈക്രോ ഓർഗാനിസംസിന്റെ ശല്യം ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ 2 കാര്യങ്ങൾ കൃഷിക്കാരോട് പറയാറുണ്ട്. ഒന്ന്, ട്രൈക്കോഡെർമ എന്ന് പറയുന്ന ഒരു ഫംഗസിന്റെ കൾച്ചർ നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇപ്പൊ ട്രൈക്കോഡെർമ കൾച്ചർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. 1 കിലോയ്ക്ക് 100 രൂപയ്ക്കകത്ത് വിലയെ വരത്തുള്ളൂ. അപ്പൊ 1 കിലോ ട്രൈക്കോഡെർമ കൾച്ചർ മേടിച്ച് അത് 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ പൊടിച്ച വേപ്പിൻ പിണ്ണാക്കുമായിട്ട് മിക്സ് ചെയ്ത് ഒരു പുട്ടുപൊടിയുടെ നനവ് കൊടുത്തുകൊണ്ട് ഒരു 4-5 ദിവസം എവിടെങ്കിലും തണലുള്ള സ്ഥലത്ത്, നേരിട്ട് വെയിലടിക്കാത്ത സ്ഥലത്ത് ഒരു 2 ഇഞ്ച് കനത്തിൽ വിരിച്ച് അതിന്റെ പുറത്തൊരു നനഞ്ഞ ചണച്ചാക്കും ഇട്ട് കഴിഞ്ഞാൽ ഈ നമ്മൾ ചേർത്ത് കൊടുത്ത ട്രൈക്കോഡെർമ എന്ന് പറയുന്ന ഫംഗസ് അതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. നമ്മൾ പാലിൽ ഉറയൊഴിക്കുമ്പോൾ പാലിലെ ലാക്ടോസ് എന്ന് പറയുന്ന പഞ്ചസാര ലാക്റ്റിക് ആസിഡ് ആകുന്നത് പോലെ ഈ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതത്തിലേക്ക് ട്രൈക്കോഡെർമ കൾച്ചർ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ട്രൈക്കോഡെർമ അവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ. അങ്ങനെ 5-6 ദിവസം കഴിയുമ്പോഴേക്കും ചെറിയ പച്ച നിറത്തിലുള്ള പിൻഹെഡ് പോലെയുള്ള ഗ്രോത്ത് കാണുന്നുണ്ടെങ്കിൽ
ആ ട്രൈക്കോഡർമ വളരാൻ തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ വീണ്ടും 2-3 ആവൃത്തി അത് വീണ്ടും കൂട്ടിക്കലർത്തി അതിൽ നിന്നും ഓരോ പിടി വീതം, ഓരോ പിടി ഈ എൻറിച്ച്ഡ് ട്രൈക്കോഡർമ നമുക്ക് ഓരോ ഗ്രോ ബാഗിലും തടങ്ങളിലേക്കും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മണ്ണ് വഴി വരുന്ന ഫംഗസുകളെയും ബാക്ടീരിയകളെയും അത് മാനേജ് ചെയ്യാനായിട്ട് ഈ ട്രൈക്കോഡർമ എന്ന് പറയുന്ന ഫംഗസിന്, സോ ഇറ്റ്സ് എ മിറക്കിൾ ഫംഗസ്. അത് നാച്ചുറൽ ആയിട്ട് തന്നെ ഈ ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആണ്. അപ്പൊ കൃഷി സജീവമാക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ മണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ട്രൈക്കോഡർമ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതേപോലെ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു നാച്ചുറൽ ബയോ കൺട്രോൾ ഏജന്റ് ആണ് സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്ന ബാക്ടീരിയ. അതിന്റെ കൾച്ചർ മാർക്കറ്റിൽ കിട്ടും. ടാൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള കളിമണ്ണ്, ടാൽക്ക് എന്ന് പറയുന്ന കളിമണ്ണിൽ സന്നിവേശിപ്പിച്ചിട്ടായിരിക്കും നമുക്കത് കിട്ടുന്നത്. അപ്പൊ 20 ഗ്രാം സ്യൂഡോമോണാസ് കൾച്ചർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയെടുക്കുമ്പോൾ 2% വീര്യമുള്ളതാണ്. അത് നമുക്ക് ഈ തൈ നട്ട് കഴിഞ്ഞുള്ള ആദ്യത്തെ ദിവസങ്ങളിൽ ചെടി നനയ്ക്കുന്നതിനും തടം കുതിർക്കുന്നതിനും വേണ്ടി നമുക്ക് ഉപയോഗിക്കാം സ്യൂഡോമോണാസ്. അപ്പൊ ഈ 2 കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക: ട്രൈക്കോഡർമയുടെ ഉപയോഗം, സ്യൂഡോമോണാസിന്റെ ഉപയോഗം. ഇത് രണ്ടും മണ്ണ് വഴി വരുന്ന ബാക്ടീരിയകളെയും ഫംഗസുകളെയും കണ്ടെയ്ൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ബയോ കൺട്രോൾ ഏജൻസ്. ഇപ്പൊ തൈ നട്ട് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ നടണം. അത് നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഈ സ്യൂഡോമോണാസ് കലക്കി കൊടുക്കുക. അടിസ്ഥാന വളത്തിന്റെ ഒപ്പം ട്രൈക്കോഡർമയും ചേർത്ത് കൊടുക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിനെ ഓവറായിട്ട് നനയ്ക്കരുത്. ചെടികളുടെ തടങ്ങളിൽ ഓവറായിട്ട് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അവിടെ ഡ്രെയിനേജ് പ്രശ്നങ്ങൾ ഉണ്ടാവും. അവിടെ അനീറോബിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യം അവിടെ സംജാതമാകും. അപ്പോ ചെടികൾക്ക് വാട്ടരോഗമൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും മിതമായിട്ട് മാത്രമേ നനയ്ക്കാവൂ. അതിന് നമുക്ക് മൈക്രോ ഇറിഗേഷൻ എന്ന് പറയുന്ന രീതികൾ അവലംബിക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും നല്ലത്. തുള്ളി നന, ഡ്രിപ്പായിട്ട് വളരെ സ്ലോ ആയിട്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റി കുതിർന്ന് വരുന്ന രീതിയിലുള്ള ഇറിഗേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. വെള്ളം ഒഴിക്കുമ്പോഴാണെങ്കിൽ പോലും ഹോസ് കൊണ്ട് ശക്തമായ രീതിയിൽ കൊണ്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണ് തറഞ്ഞു പോവുകയും ചെയ്യും. അവിടെ ഡ്രെയിനേജ് പ്രോപ്പർ ആവില്ല. അവിടെ വേരുകൾക്ക് നാശം സംഭവിക്കും. മൈക്രോ ഇറിഗേഷൻ മെത്തേഡ്സ്, ഡ്രിപ്പ് ഇറിഗേഷൻ, വിക്ക് ഇറിഗേഷൻ, അല്ലെങ്കിൽ ബബ്ലർ, അല്ലെങ്കിൽ മൈക്രോ സ്പ്രിംഗ്ലർ, അങ്ങനെയൊക്കെയുള്ള ഇറിഗേഷൻ മെത്തേഡ്സ് ആണ് ചെടികൾക്കും മണ്ണിനും നല്ലത്. അപ്പൊ അധികമായി നനയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ചട്ടിയിലോ ചാക്കിലോ ഒക്കെയാണ് നനയ്ക്കുന്നതെങ്കിൽ നമ്മൾ വെള്ളം കുറേശ്ശെ ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ അതിരുന്ന തറയിൽ നനവ് പടരുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി പിഴച്ചു എന്നാണ് അതിന്റെ അർത്ഥം. യാതൊരു കാരണവശാലും ചെടികൾ ഇരിക്കുന്ന തറയിൽ അതിന്റെ ഈർപ്പം പടരാൻ പാടില്ല. അങ്ങനെ ഈർപ്പം പടർന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ആ വെള്ളം എക്സസ് ആയിരുന്നു നമ്മൾ ഒഴിച്ചത്. അപ്പൊ വെള്ളത്തിനൊപ്പം അത് സർക്കുലേറ്റ് ചെയ്ത് ആ മണ്ണിലുള്ള NPK ന്യൂട്രിയൻസിനെ എല്ലാം ലീച്ച് ചെയ്ത് കൊണ്ടാണ് അത് താഴേക്ക് പോയത്. അപ്പോ നമ്മൾ പൈസ കൊടുത്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ന്യൂട്രിയൻസ് എല്ലാം തന്നെ വാഷ് ചെയ്ത് ലീച്ച് ചെയ്ത് ആ ചെടിക്ക് കിട്ടാത്ത രൂപത്തിലായി മണ്ണിലേക്ക് തറയിലേക്ക്. അപ്പൊ മിതമായിട്ട് മാത്രം നനയ്ക്കും. റേഷൻ ഇറിഗേഷൻ എന്ന് പറയുന്ന രീതി ആയിരിക്കണം പിന്തുടരേണ്ടത്. പിന്നെ കളകളെ നിയന്ത്രിക്കണം. ഗ്രൗണ്ടിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ നല്ലോണം വെള്ളവും വളവും ഒക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും അവിടെ മുൻകാലങ്ങളിൽ കിടക്കുന്ന കളകളുടെ വിത്തുകൾ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങും. അപ്പൊ അവർക്ക് കരുത്ത് കൂടുതലായിരിക്കും. അപ്പൊ ചെടികളുടെ വേരുകളേക്കാൾ സ്മാർട്ടായിരിക്കും അവരുടെ വേരുകൾ. അപ്പോ വളരെ വേഗത്തിൽ നമ്മൾ കൊടുക്കുന്ന വെള്ളവും വളവും വലിച്ച് ഈ കളകളായിരിക്കും ആദ്യം വളർന്നു വരുന്നത്. വിളകളെ അത് ഇരുത്തിക്കളയും. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിലെ തന്നെ കളകളെ പറിച്ച് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നമ്മുടെ കളകള് അവിടെ ആധിപത്യം ഏറ്റെടുക്കാൻ നമ്മൾ അനുവദിക്കരുത്. എപ്പോഴും ക്ലീൻ ആയിരിക്കണം നമ്മുടെ തോട്ടം. ന്യൂട്രീഷൻ ഗാർഡൻ അല്ലെങ്കിൽ പോഷകത്തോട്ടം, പച്ചക്കറി തോട്ടം എപ്പോഴും വളരെ ക്ലീൻ ആക്കി സൂക്ഷിക്കാനായിട്ട് കൃഷിക്കാരൻ ശ്രദ്ധിക്കണം. ഇനി വൈറസ് രോഗങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ വഴിയാണ് ചെടികളിലേക്ക് വരുന്നത്. വെക്ടർ എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മൾ മലമ്പനി കൊതുക് വഴി വരുന്നു, അല്ലെങ്കിൽ മന്ത് രോഗം ക്യൂലെക്സ് മൊസ്കിറ്റോസ് വഴി വരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഈ വൈറസ് രോഗങ്ങൾ പലപ്പോഴും നീരൂറ്റി കുടിക്കുന്ന
സക്കിംഗ് പെസ്റ്റ് എന്ന് പറയും. വെള്ളീച്ച, മീലിമൂട്ട, ഇലപ്പേൻ, മണ്ടരികൾ ഇങ്ങനെയൊക്കെ പറയുന്ന ജീവികൾ വഴിയായിരിക്കും നമ്മുടെ ചെടികളിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചെടികളുടെ തുടക്കത്തിൽ അതിൽ യാതൊരു പ്രാണികളും, നീരൂറ്റി കുടിക്കുന്ന യാതൊരു പ്രാണികളും ഇലകളുടെ അടിവശത്ത് വന്ന് ഹാർബർ ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുക. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യം വേപ്പെണ്ണ, നല്ല ശുദ്ധമായ വേപ്പെണ്ണ 20 മില്ലി ലിറ്റർ വേപ്പെണ്ണ എടുക്കുക. അതിൽ നമുക്ക് ഒരു 5 ഗ്രാം ബാർ സോപ്പ് വെള്ളത്തിൽ കലക്കി ചേർക്കുക. പിന്നെ ഒരു 20 ഗ്രാം വെളുത്തുള്ളി അരിച്ചെടുത്ത ചാറും കൂടി ചേർക്കുക. അപ്പം 20 മില്ലി വേപ്പെണ്ണ, 20 ഗ്രാം വെളുത്തുള്ളിയുടെ സത്ത്, 5 ഗ്രാം ബാർ സോപ്പ്, ഇത് മൂന്നും കൂടി 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി കലക്കി കഴിഞ്ഞാൽ കിട്ടുന്ന മിശ്രിതത്തെ നമ്മൾ വിളിക്കുന്നത് നീം ഓയിൽ എമൽഷൻ അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് ലായനി എന്നാണ്. അപ്പൊ ഇതിനകത്ത് ഈ വേപ്പെണ്ണയുടെ അംശം ഉള്ളത് കൊണ്ട് ഈ കീടങ്ങളെ റിപ്പൽ ചെയ്യാനായിട്ട്, കീടങ്ങളെ അകറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ വീട്ടിൽ പശുക്കളെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ പശുവിന്റെ പുറത്ത് ഈ കൊതുകോ ചെള്ളോ ഈച്ചയൊക്കെ ഒന്നും പറ്റാതിരിക്കാനായിട്ട് നമ്മൾ വേപ്പെണ്ണ തേച്ച് കൊടുക്കും. വേപ്പെണ്ണയുടെ ആ ഒരു മണവും ഒരു ബിറ്റർനെസ്സും അതിനകത്തുള്ള ചില ആൽക്കലോയിഡുകളുടെ സാന്നിധ്യവും ഒക്കെ തന്നെ ഈ കീടങ്ങളെ റിപ്പൽ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ പെസ്റ്റ് റിപ്പല്ലന്റ് ആയിട്ട് നമുക്ക് തുടക്കത്തിൽ 2 ആഴ്ചയെങ്കിലും ഇടവേളയിൽ ഈ 2% വീര്യമുള്ള നീം ഓയിൽ എമൽഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് കൃഷിക്കാരന്റെ സമയവും മനസ്സും ഉണ്ടായിരിക്കും. ഇതൊക്കെ ചെയ്യാൻ കഴിയാത്ത ആൾക്കാരാണ് അവിടെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് മേടിച്ച് ഉപയോഗിക്കും. ലാർജ് സ്കെയിലിൽ 5-10 ഏക്കറിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വേപ്പെണ്ണയും വെളുത്തുള്ളിയും ഒക്കെ അരച്ചിരിക്കാൻ ചിലപ്പോൾ നേരം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് മാർക്കറ്റിൽ കിട്ടുന്ന സിന്തറ്റിക് ആയിട്ടുള്ള റെഡി ടു യൂസ് രൂപത്തിലുള്ള പെസ്റ്റിസൈഡൽ ഫോർമുലേഷൻസ് അവർ ഉപയോഗിക്കും. പക്ഷെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഒരു 5 സെന്റിലോ 25 ഗ്രോ ബാഗിലോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിനൊരു കോർഡിനേറ്റഡ് എഫേർട്ട് വേണം. വീട്ടിലുള്ള എല്ലാവരും തന്നെ കൃഷിയിൽ താല്പര്യമുള്ളവരായിരിക്കണം. എല്ലാവരുടെയും ആരോഗ്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണ് കുടികൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കണം. ഒരു ഫാമിലി ഫാമിംഗ് അല്ലെങ്കിൽ കുടുംബ കൃഷി എന്നുള്ള രീതിയിൽ വീട്ടിലെല്ലാവരും കൃഷിയോട് ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോ കീടങ്ങൾ വന്ന് പറ്റാതിരിക്കാനായിട്ട് കീടങ്ങളെ വികർഷിക്കുന്ന, റിപ്പൽ ചെയ്യുന്ന വേപ്പെണ്ണ, വെളുത്തുള്ളി, ബാർസോപ്പ് മിശ്രിതം നമുക്ക് 2 ആഴ്ച കാലയളവ് കൂടുമ്പോൾ ഇലകളുടെ അടിവശത്ത് നല്ലൊരു സ്പ്രെയർ ഉപയോഗിച്ചിട്ട് വളരെ ഒരു മിസ്റ്റ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഫോഗിന്റെ രൂപത്തിൽ നല്ല പ്രഷർ കൊടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിനെ തോട്ടത്തിൽ പോകുമ്പോൾ ഇലകളുടെ അടിവശമാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അടിവശത്ത് ഏതെങ്കിലും പ്രാണികളുടെ മുട്ടകളോ പുഴുക്കളോ പ്യൂപ്പകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഫിസിക്കലായിട്ട് തന്നെ നശിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോ കീടങ്ങൾ വരാം, രോഗങ്ങൾ വരാം. രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് ട്രൈക്കോഡർമ, സ്യൂഡോമോണാസ് പോലെയുള്ള പ്രകൃതിദത്തമായ വഴികൾ അവലംബിക്കണം. കീടങ്ങൾ വരാതിരിക്കാനായിട്ട് ബൊട്ടാണിക്കൽസ് അല്ലെങ്കിൽ ബയോ പെസ്റ്റിസൈഡ്സ് വിഭാഗത്തിൽപ്പെട്ട വേപ്പെണ്ണ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഈ രൂക്ഷഗന്ധമുള്ള ചെടികൾ ചിലപ്പോൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ആര്യവേപ്പിന്റെ ഇല പിഴിഞ്ഞ് ചതച്ചെടുത്ത നീര് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പാണലിന്റെ വീട്ടില് പാഞ്ചി അല്ലെങ്കിൽ പാണലിന്റെ ഇലകൾ ഉണ്ടെങ്കിൽ അതിന്റെ എടുത്ത് ഉപയോഗിക്കാം. കിരിയാത്തിന്റെ ഇലകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അരുത ചെടി ഉണ്ടെങ്കിൽ അതിന്റെ ഇലകൾ ഉപയോഗിക്കാം. കരിനൊച്ചി, മാടലോടകം. അപ്പൊ ഇങ്ങനെ ബിറ്റർ ടേസ്റ്റ് ഉള്ള ഏത് ചെടിയുടെ ഇലകളുടെ ചാറും നമുക്ക് സോപ്പ് സൊല്യൂഷനുമായിട്ട് ചേർത്ത് അത് ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി ചെടികൾ ആക്റ്റീവായിട്ട് വളരണം. തുടക്കത്തിൽ ഉള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ അടിസ്ഥാന വളം എന്നുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുത്തെങ്കിൽ പോലും അത് കുറച്ച് കഴിയുമ്പോഴേക്കും അത് റിസർവ് തീരും. പിന്നെ റെഗുലർ ഗ്രോത്ത് കിട്ടണമെങ്കിൽ നമുക്ക് മേൽവളങ്ങൾ എന്നുള്ള രൂപത്തിൽ വളങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ എന്നുള്ള രീതിയിൽ മേൽവളങ്ങൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ തുടക്കത്തിലുള്ള വളർച്ച ഒരു ഘട്ടം കഴിയുമ്പോൾ വീണ്ടും വളം കൊടുത്തില്ലെങ്കിൽ അങ്ങ് സ്റ്റോപ്പാവും. അപ്പൊ അതിനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് മേൽവളങ്ങൾ കൊടുക്കുന്നതിന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന നിരവധി വളങ്ങളുണ്ട്. പെയിന്റ് ബക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പഴയ ഡ്രമ്മോ വീപ്പകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഈ മേൽവളങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് വളച്ചായ, പഞ്ചഗവ്യം,
ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ്, ദ്രവജീവാമൃതം, ഹരിത ഗുണഭജലം, ഹരിത കഷായം, ഇങ്ങനെ നിരവധിയായിട്ടുള്ള വളക്കൂട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിലൊരു വളക്കൂട്ടിന്റെ മാത്രം കാര്യം പറഞ്ഞ് അടുത്തതിലേക്ക് പോകാം. അപ്പൊ ഒരു 10 ലിറ്റർ വെള്ളത്തിൽ, ഒരു പെയിന്റ് ബക്കറ്റിൽ 10 ലിറ്റർ വെള്ളം എടുക്കുക. അതിനകത്തേക്ക് 1 കിലോ പച്ചച്ചാണകം, പ്രത്യേകിച്ചും നാടൻ പശുക്കള് പരിസരത്തുണ്ടെങ്കിൽ അതിന്റെ പച്ചച്ചാണകം കലക്കി ചേർക്കുക. 10 ലിറ്റർ വെള്ളത്തിലേക്ക് 1 കിലോ പച്ചച്ചാണകം. ഇനി നമ്മൾ കടലപ്പിണ്ണാക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്, അതും 1 കിലോ ഇതിനകത്തേക്ക് കുതിർത്ത് കഴിഞ്ഞതിന് ശേഷം ഇളക്കി ചേർക്കും. ഇനി ഒരു കിലോ എല്ലുപൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. 10 ലിറ്റർ വെള്ളത്തിലേക്ക് 1 കിലോ പച്ചച്ചാണകം, 1 കിലോ കടലപ്പിണ്ണാക്ക്, 1 കിലോ എല്ലുപൊടി, പിന്നെ ഒരു കഷ്ണം ശർക്കരയും കൂടി, ശർക്കര അല്ലെങ്കിൽ പാളയംകോടൻ പഴമോ എന്തെങ്കിലും കൂടി ഇതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഫുൾ ഇത് സൊല്യൂബിൾ ആക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കുക. എല്ലാ ദിവസവും 1-2 തവണ ഇളക്കി കൊടുക്കുക. അങ്ങനെ 5 ദിവസം കഴിയുമ്പോഴേക്കും ഇതിന്റെ തെളി നമുക്ക് എടുത്തതിന് ശേഷം ഈക്വൽ ക്വാണ്ടിറ്റി വെള്ളം ചേർത്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് മാത്രം ക്വാണ്ടിറ്റി നിശ്ചയിക്കുക. ചെറിയ ചെടികളാണെങ്കിൽ കുറച്ച് മാത്രം സൊല്യൂഷൻ മതിയാവും. വളരുന്നതിനനുസരിച്ച് അതിന്റെ റൂട്ട് സോൺ എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടുവരാം. 10 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ പച്ചച്ചാണകം, 1 കിലോ കടലപ്പിണ്ണാക്ക്, 1 കിലോ എല്ലുപൊടി, കുറച്ച് ശർക്കര അല്ലെങ്കിൽ പാളയംകോടൻ പഴം, ഇത് ഇളക്കി 5 ദിവസം കഴിഞ്ഞ് ഇതിന്റെ തെളിയെടുത്ത് ഇരട്ടി വെള്ളം ചേർത്ത്. ഇനി വീണ്ടും ആ തെളിയെടുത്തതിന് ശേഷം വീണ്ടും അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കുറച്ചും കൂടി ചാണകം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും 5 ദിവസം കഴിയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം. ഇങ്ങനെ അത് വീണ്ടും 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 നമുക്ക് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കാം. അറ്റ്ലീസ്റ്റ് ഈ ഒരു വളക്കൂട്ടെങ്കിലും കൃത്യമായിട്ട് ഉണ്ടാക്കി 7 ദിവസത്തിലൊരിക്കൽ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ക്രമാനുഗതമായിട്ടുള്ള ഒരു വളർച്ച നമ്മുടെ ചെടികൾ. ഇനി ചെടികളുടെ തടങ്ങളിൽ നേരിട്ട് വെയിലടിക്കാൻ അനുവദിക്കരുത്. അപ്പോൾ തടങ്ങളിൽ നമുക്ക് കരിയിലകൾ, നമ്മുടെ മരങ്ങളുടെ ചുവട്ടിൽ നിന്നും കരിയിലകൾ പെറുക്കി കൊണ്ടുവന്ന് ഈ ചെടിയുടെ ചുവട്ടിൽ നേരിട്ട് വെയിൽ മണ്ണിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു പുതയായിട്ട്, ഒരു മൾച്ചിങ് ആയിട്ട് അതിന്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ല രീതിയാണ്. ഇനി ചെടികൾ വളർന്നു വരുന്നു, കീടങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള മുൻകരുതലുകൾ ഉണ്ടാവണം, രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉണ്ടാവണം. ഇനി ഓരോ ചെടിയുടെയും രീതി അനുസരിച്ച് അത് കൃത്യമായ സമയത്ത് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. ചീര പോലുള്ള ചെടികളാണെങ്കിൽ നമുക്കൊരു 10-30 ദിവസം കൊണ്ട് തന്നെ വിളവെടുക്കാൻ സാധിക്കും. ഇപ്പൊ വെണ്ടയൊക്കെ ആണെങ്കിൽ ഒരു 40-44 ദിവസം കഴിയുമ്പോൾ പൂക്കാൻ തുടങ്ങും. ഇതൊരു 4-5 ദിവസത്തിനുള്ളിൽ കായ പറിക്കാം. പാവൽ പടവലൊക്കെ ആണെങ്കിൽ 50-55 ദിവസം ആകുമ്പോഴേക്കും അത് പൂക്കാൻ തുടങ്ങും. തക്കാളി, വഴുതന, മുളകൊക്കെ ആണെങ്കിൽ ഒരു 65 ദിവസമൊക്കെ ആകുമ്പോഴേക്കും പൂക്കാൻ തുടങ്ങും. അങ്ങനെ ഓരോ വിളകളുടെയും ആ ജസ്റ്റേഷൻ പീരീഡ്, ആ എക്കണോമിക് ഫീൽഡ് കിട്ടി തുടങ്ങാനുള്ള ഒരു കാലയളവ് വ്യത്യസ്തമായി. അപ്പൊ അത് 1-2 തവണ കൃഷി ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടും. അപ്പൊ ചെടികൾ കൃത്യമായിട്ട് വളരാനായിട്ടുള്ള മേൽവളങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കണം. കീടങ്ങൾ വന്ന് പറ്റാതിരിക്കാനായിട്ടുള്ള പ്രയോഗങ്ങൾ ചെയ്യണം. ഇനി പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ കൈകൊണ്ട് തന്നെ അതിനെ നശിപ്പിക്കാൻ സാധിക്കണം. ഇനി മഞ്ഞക്കെണികൾ, നീലക്കെണികൾ എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കെണികളുണ്ട്. അത് മേടിച്ചുകൊണ്ട് വന്ന് തോട്ടത്തിൽ അല്പം ഉയരത്തിൽ സ്ഥാപിക്കുകയാണ്. ഒരു ഫ്ലാഗ് പോലെ സ്ഥാപിക്കുക, അല്ലെങ്കിൽ അത് കെട്ടിത്തൂക്കി തോരണം പോലെ കെട്ടിത്തൂക്കിയൊക്കെ ഇടുകയാണെങ്കിൽ പല കീടങ്ങളും ഈ പച്ചക്കെണി, മഞ്ഞക്കെണി, നീലക്കെണി പോലെയുള്ള പച്ചക്കെണികളിൽ വന്ന് പറ്റി ചത്തുപോകും. ഇനി ഉണങ്ങുന്ന ഇലകൾ രോഗം ബാധിച്ച് അല്ലെങ്കിൽ ഇലപ്പുള്ളി രോഗം, പൊട്ട് ഇലപ്പുള്ളി ലീഫ് സ്പോട്ട് ഒക്കെ വരുന്ന രോഗങ്ങൾ, അതൊരു ഫംഗസ് രോഗമാണ്. അപ്പോൾ കേട് ബാധിക്കുന്ന ഇലകളൊക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ പറിച്ച് തീയിലിടുകയോ ദൂരെ എവിടെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടുകയോ ചെയ്യും. ഒരു കാരണവശാലും ഒരു സമയത്തും ചെടിയിൽ രോഗം ബാധിച്ച ഇലകളോ പ്രായം ചെന്ന് മഞ്ഞളിച്ച ഇലകളോ നിർത്താൻ പാടില്ല. അപ്പോൾ തന്നെ അതിനെ നീക്കം ചെയ്ത് നശിപ്പിച്ച് കളയുകയോ അല്ലെങ്കിൽ കത്തിച്ച് കളയുകയോ ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടി വന്നാൽ നമ്മൾ ഇത്രയും പ്രിക്കോഷൻസ് എടുത്തു, ഇത്രയും മുൻകരുതലുകളൊക്കെ എടുത്തു എങ്കിൽ പോലും നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്താണ് കാര്യങ്ങൾ. നമുക്ക് കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൃഷി ഓഫീസറുമായിട്ടോ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആളുകളുമായിട്ടോ ചേർന്ന് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം. അപ്പൊ 100% രാസവസ്തുക്കളെ അകറ്റി നിർത്തിയ ഒരു ജീവിതശൈലി വളരെ അസാധ്യമാണ് ഇന്നത്തെ ലോകത്ത്. അപ്പൊ നമ്മൾ കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയും ഒരു ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ചെടികളെ രക്ഷിക്കാനായിട്ട് ഈ ജൈവ മരുന്നുകളൊന്നും തന്നെ സഹായിക്കുന്നില്ല എന്ന അവസ്ഥ വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു വിദഗ്ധന്റെ സഹായത്തോടു കൂടി
ഏറ്റവും വിഷവീര്യം കുറഞ്ഞ അല്ലെങ്കിൽ അവശിഷ്ട വിഷവീര്യം തങ്ങി നിൽക്കാത്ത തരത്തിലുള്ള രാസവസ്തുക്കൾ ഏതാണെന്ന് മനസ്സിലാക്കി നമ്മളൊരു ഡോക്ടറെ കണ്ട് നമ്മുടെ അസുഖങ്ങൾക്ക് മരുന്ന് കുറിക്കുന്നത് പോലെ തന്നെ ഒരു പ്ലാൻ ഡോക്ടറെ ബന്ധപ്പെട്ട് ഏത് മരുന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റിയതെന്ന് കൂടി തീരുമാനിച്ച് നടപടികൾ എടുക്കുക. പിന്നെ അതുപോലെ ഏതെങ്കിലും ഒരു വിള മാത്രം ചെയ്യാതെ കുറേയധികം വിളകൾ മിക്സ് ചെയ്ത് നടുക. ഇപ്പോ ഒരു വരിയിൽ വെണ്ടച്ചെടി നടുകയാണെങ്കിൽ അടുത്തൊരു വരിയിൽ ചീര നടാം, അടുത്തൊരു വരിയിൽ വഴുതന നടാം, അടുത്തൊരു വരിയിൽ തക്കാളി നടാം. അങ്ങനെ അറ്റ് എ ടൈം 4-5 പച്ചക്കറികളെങ്കിലും ഒരേ സമയത്ത് ചെയ്യുന്ന മിശ്രവിള രീതി അല്ലെങ്കിൽ മിക്സഡ് ക്രോപ്പിംഗ് രീതി അവലംബിക്കുന്നത് നന്നായിരിക്കും. ഇനി പച്ചക്കറി തോട്ടത്തിനിടയിൽ തന്നെ പൂച്ചെടികളും കൂടി നടുന്ന ഫുഡ് സ്കേപ്പിംഗ് എന്ന് പറയുന്ന രീതി ഇപ്പോൾ പ്രചാരത്തിൽ വരുന്നു. നമുക്ക് അലങ്കാരത്തിന് വേണ്ടി പൂക്കളും ആഹാരത്തിന് വേണ്ടി പച്ചക്കറിയും എന്നുള്ള രീതിയിൽ രണ്ടിനെയും കൂടി മിക്സ് ചെയ്ത് ഫുഡ് സ്കേപ്പിംഗ് എന്ന് പറയുന്ന രീതി നമുക്ക് ഒരു ഗാർഡന്റെ എഫക്റ്റ്, മനോഹാരിത കിട്ടുകയും എന്നാൽ ആ ഗാർഡനിൽ നിന്ന് തന്നെ നമുക്ക് ഫുഡ് ഗാർഡൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് പച്ചക്കറി തോട്ടങ്ങൾക്കിടയിൽ ചെണ്ടുമല്ലി, മാരിഗോൾഡ് അവിടെയായിട്ട് നട്ടുകൊടുക്കാം, തുളസിച്ചെടി നട്ടുകൊടുക്കാം, ചോളം നട്ടുകൊടുക്കാം, സൂര്യകാന്തി നട്ടുകൊടുക്കാം. അപ്പൊ അങ്ങനെ പച്ചക്കറികൾക്കിടയിൽ അലങ്കാര ചെടികളും കൂടി നട്ട് നമുക്ക് ഒരേ സമയം ഒരേ ഇടത്തിൽ നിന്ന് തന്നെ ആഹാരവും ആദായവും അലങ്കാരവും നേടാനുള്ള രീതികളും ഇപ്പോൾ പ്രചാരത്തിൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടവര് ഗൂഗിളിൽ ഫുഡ് സ്കേപ്പിംഗ് എന്ന് പറയുന്ന കീവേഡ് കൊടുത്ത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസിക്സ്, ഒരു ബാലപാഠം എന്നുള്ള നിലയിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത്. 1 മണിക്കൂറാണല്ലോ നമുക്ക് ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ചെയ്ത് വരുന്ന കൃഷിയിൽ തെങ്ങോ വാഴയോ പച്ചക്കറികളോ കിഴങ്ങ് വർഗ്ഗങ്ങളോ സുഗന്ധ വിളകളോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കും. ഹരി ഓം. ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഹരി ഓം. ഹരി ഓം. ഈ 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ വെയിൽ കൊള്ളണം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ വെയില് നല്ല ഈ കടുപ്പമുള്ളതല്ല. അത് ഇത്രയും സമയം കൊള്ളിച്ചാല് ദോഷം ഉണ്ടാവില്ലേ? അതായത് നമ്മൾ പറഞ്ഞല്ലോ, ചെടികളുടെ ഇലകളിലൂടെയാണ് അവര് ആഹാരം നിർമ്മിക്കുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഇലകളിൽ വീഴുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിനനുസരിച്ചിട്ടാണ് അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്. അപ്പൊ മിനിമം ആണ് നമ്മൾ പറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ വരെ. അപ്പൊ സൂര്യപ്രകാശത്തിന്റെ ഇന്റൻസിറ്റി, അതിന്റെ ഡ്യൂറേഷൻ, സൂര്യപ്രകാശത്തിന് 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഒന്ന് അതിന്റെ ഇന്റൻസിറ്റി, അതിന്റെ തീവ്രത. 2 അതിന്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ അതിന്റെ ദൈർഘ്യം. 3 അതിനകത്തുള്ള റേസിന്റെ, അതിനകത്തുള്ള വിബ്ജിയോർ എന്ന് നമ്മൾ പറയുന്ന വയലറ്റ് മുതൽ റെഡ് വരെയുള്ള ആ നിറത്തിന്റെ തരംഗദൈർഘ്യം, അതിന്റെ വേവ് ലെങ്ത്. അപ്പൊ ഇതില് രാവിലെയുള്ള സൂര്യപ്രകാശമാണ് ചെടികളുടെ ഗ്രോത്തിന് ഏറ്റവും നല്ലതായിട്ട് കാണുന്നത്. ഉച്ച കഴിഞ്ഞുള്ള വെയിലെന്ന് പറയുമ്പോൾ അതിൽ അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്നിധ്യം കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് തെക്ക് പടിഞ്ഞാറൻ വെയില് വളരെ ചെടികളെ ക്ഷീണിപ്പിക്കുന്ന വെയിലാണ്. അതുകൊണ്ട് തന്നെ രാവിലത്തെ വെയില് കൂടുതലായിട്ട് കിട്ടുന്ന പോലെയുള്ള സ്ഥലങ്ങളിലായിരിക്കണം പച്ചക്കറി വിളകൾ ചെയ്യേണ്ടത്. അപ്പൊ കൂടുതൽ തീവ്രതയിൽ വെയിൽ അടിച്ചു കഴിഞ്ഞാൽ ചെടികളുടെ ട്രാൻസ്പിറേഷൻ, ചെടികളുടെ ശരീരത്തിൽ നിന്നുള്ള വെള്ളം നമ്മൾ വിയർക്കുന്നത് പോലെ ചെടികളും വിയർക്കുന്നുണ്ട്. ചെടികളുടെ ഇലകളിലൂടെ ജലനഷ്ടം വരുന്നുണ്ടാവും. അപ്പൊ പെട്ടെന്ന് വാടാൻ തുടങ്ങും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇറിഗേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചുവട്ടില് കരിയിലകൾ കൊണ്ട് പൊതയിട്ട് എന്താ പറയാ, ബാഷ്പീകരണ തോത്, കൂടുതൽ വെയിൽ കിട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ വെയിലിന്റെ തീവ്രത കൂടുതലാണെങ്കിൽ ചെടി പെട്ടെന്ന് വാടാൻ തുടങ്ങുമെന്ന് മാത്രം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് ഇറിഗേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം. കൂടുതൽ വെയിൽ കിട്ടുന്നത് എപ്പോഴും ചെടിക്ക് നല്ലത് തന്നെയാണ്. ഏത് സമയത്താണ് വെള്ളം ചേർക്കേണ്ടത്? രാവിലെയാണോ, ഉച്ചയ്ക്കാണോ, വൈകുന്നേരമാണോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തരാമോ? നല്ല ചോദ്യമാണത്. അതായത് ചെടികളുടെ അടുക്കള ഫങ്ഷണൽ ആവുന്നത് രാവിലെയാണ്. സൂര്യന്റെ വെട്ടം ഇലകളിൽ തട്ടുന്നതോടുകൂടി അവരുടെ ഫങ്ഷൻ ആരംഭിക്കുകയാണ്. അപ്പൊ അപ്പം അവരുടെ ഫങ്ഷനിൽ അത് വലിച്ചെടുക്കുന്ന വെള്ളം, വളം, അതിനൊപ്പം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശം, ഇതിനെല്ലാം കൂടി സങ്കല്പിച്ചിട്ടാണ്, ഇതിനെല്ലാം കൂടി ഏകോപിപ്പിച്ചിട്ടാണ് അവര് അന്നജം ഉണ്ടാക്കുന്നത്, ഫോട്ടോസിന്തസിസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ ഇലകള് ഫങ്ഷണൽ ആവുന്നതോടുകൂടി അവർക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ട് അവിടെ.
അപ്പോൾ ഒരു കാരണവശാലും രാവിലെ വെള്ളത്തിന്റെ കുറവ് മണ്ണിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് രാവിലെ നിർബന്ധമായിട്ടും രാവിലെയാണ് നനയ്ക്കേണ്ടത്. പക്ഷെ അതിന് ശേഷം വെയിലിന്റെ തീവ്രത കൊണ്ട് ചെടികൾക്ക് വാട്ടം തുടങ്ങുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നനച്ചു കൊടുക്കാമെന്ന് മാത്രം. പിന്നെ ഒരു സംശയം കൂടിയുണ്ട്. ഈ നമുക്ക് വെണ്ണീര് നമ്മുടെ നാട്ടില് സുലഭമായി കിട്ടുന്നത്, പക്ഷെ ഈ വളത്തില് വെണ്ണീരിന്റെ കാര്യം പറയുന്നേ ഇല്ലല്ലോ. നല്ല ചോദ്യമാണ്. അപ്പൊ അതായത് വെണ്ണീർ അല്ലെങ്കിൽ ആഷ് എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് 2 ന്യൂട്രിയൻസ് ആണ്. ഒന്ന് കാൽസ്യം, 2 പൊട്ടാസ്യം. അപ്പൊ ഈ 2 ന്യൂട്രിയൻസ് ആണ് ഈ ചെടികളെല്ലാം കത്തി ചാമ്പലായി കഴിഞ്ഞാൽ അവശേഷിക്കുന്നത്. ബാക്കി എല്ലാ ന്യൂട്രിയൻസും അത് വോളറ്റലൈസ് ചെയ്ത് പോകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പരമാവധി കത്തിക്കരുത് എന്ന് പറയുന്നത്. ചെടികൾ കത്തിക്കരുത്, കരിയിലുകൾ കത്തിക്കരുത് എന്ന് പറയുന്നത് അതിനകത്തുള്ള 16ഓളം ന്യൂട്രിയൻസിനെ പ്രിസർവ് ചെയ്യാനായിട്ടാണ്. കരിയിലുകൾ അങ്ങനെ തന്നെ ദ്രവിച്ച് ചേരുകയാണെങ്കിൽ ഈ മണ്ണിൽ ചെടികൾക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം കിട്ടും. കത്തിച്ച് കളയുകയാണെങ്കിൽ എല്ലാ ന്യൂട്രിയൻസും ബാഷ്പീകരിച്ച് പോകും. അവിടെ കാൽസ്യവും പൊട്ടാസ്യവും മാത്രം അവശേഷിക്കും. അപ്പൊ ഇന്ന് പല വീടുകളിലും ചാമ്പൽ വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ട് അതിനെ സൂചിപ്പിക്കില്ലെന്ന് മാത്രം. അപ്പൊ ചാമ്പൽ ഏറ്റവും നല്ല ഒരു ജൈവവളമാണ്. പൊട്ടാസ്യവും കാൽസ്യവും കിട്ടാനായിട്ടുള്ള ഒരു സ്രോതസ്സാണ്. അതെപ്പോഴും അടിസ്ഥാന വളമായിട്ട് നേരത്തെ പറഞ്ഞ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറ് കമ്പോസ്റ്റൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് വീട്ടിലുള്ള ചാമ്പല് നമുക്ക് മിക്സ് ചെയ്യാം. ഒരു കാരണവശാലും മേൽവളമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതല്ല, അടിസ്ഥാന വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ തുടക്കത്തിൽ തന്നെ മണ്ണിൽ ചേർത്ത് കൊടുക്കാൻ പറ്റിയ വളമാണ് ചാമ്പൽ അല്ലെങ്കിൽ ആഷ് എന്ന്. പിന്നെ ഈ ബുവേറിയ ഒരു ജൈവവളം ഉണ്ടല്ലോ, ബുവേറിയ, അത് ഉപയോഗിക്കുന്നതിനെ പറ്റി. അപ്പൊ അത് വളമല്ല, അത് ബയോ കൺട്രോൾ ഏജന്റ് അല്ലെങ്കിൽ ജീവാണു കീടനാശിനി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു മൈക്രോബിയൽ കൾച്ചറാണ്. പുഴുക്കൾ, നമ്മുടെ ചീരയിലെ ഇലതീനി പുഴുക്കൾ, അല്ലെങ്കിൽ വെണ്ടയിലെ ഇല ചുരുട്ടി പുഴുക്കൾ, അല്ലെങ്കിൽ പയറില് കായ തുറക്കാൻ വരുന്ന പുഴുക്കൾ, ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള പുഴുക്കൾ വരുമ്പോൾ ആ പുഴുക്കൾക്ക് അസുഖം ഉണ്ടാക്കി അവരെ നശിപ്പിക്കുന്ന ഒരു ഫംഗസ് ആണ് ബിവേറിയ എന്ന് പറയുന്നത്. അപ്പൊ ആ വിഭാഗത്തിൽപ്പെട്ട 2-3 ബയോ കൺട്രോൾ ഏജൻസ് ഉണ്ട്. ബിവേറിയ, മെറ്റാറൈസിയം, ലെക്കാനിസീലിയം എന്നൊക്കെ പറയുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ കൾച്ചർ മാർക്കറ്റിൽ കിട്ടും. അപ്പോ ഇത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 10 ഗ്രാം ശർക്കരയും കൂടി ചേർത്ത് വൈകുന്നേരങ്ങളിൽ വെയിൽ ആറിയതിനു ശേഷം ചെടികളിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് ചെടിയുടെ ഇലകളിലോ കായ്കളിലോ പുഴുക്കൾ ഇരിപ്പുണ്ടെങ്കിൽ ആ പുഴുക്കൾക്ക് 2-3 ദിവസം കൊണ്ട് അസുഖങ്ങൾ ഉണ്ടാക്കി നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ബയോ കൺട്രോൾ ഏജൻസ് അല്ലെങ്കിൽ ജീവാണു കീടനാശിനി വിഭാഗത്തിൽപ്പെടുന്നതാണ് ബിവേറിയ, മെറ്റാറൈസിയം, ലെക്കാനിസീലിയം എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട കൾച്ചർ. അപ്പൊ അത് ഈ വെളുത്തുള്ളി പിന്നെ വേപ്പെണ്ണ അതിന് പകരം ഈ ബിവേറിയ മതിയോ? പകരം എന്നുള്ളതല്ല, നമ്മള് പ്രിവെന്റീവായിട്ട്, അതായത് കീടങ്ങൾ ഇലകളിൽ വന്ന് പറ്റാതിരിക്കാനായിട്ടുള്ള പ്രിവെന്റീവ് അല്ലെങ്കിൽ പ്രൊഫൈലാക്റ്റിക് മെഷറാണ് വേപ്പെണ്ണ, വെളുത്തുള്ളി, ബാർ സോപ്പ് മിശ്രിതം എന്ന് പറയുന്നത്. അപ്പൊ ഇലകളുടെ അടിവശത്ത് പ്രാണികൾ വന്ന് പറ്റാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. അതേസമയം പുഴുക്കൾ വന്ന് പറ്റിക്കഴിഞ്ഞാൽ ആ പുഴുക്കളെ കൊല്ലാനുള്ള ഒരു മാർഗമാണ് ബിവേറിയ. പിന്നെ ഈ നമ്മൾ സൂഡോമോണാസ് ഉപയോഗിക്കുമ്പോൾ വെണ്ണീർ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ വെണ്ണീരും സൂഡോമോണാസ് തമ്മിൽ എന്തോ ഒരു ഇതുണ്ടല്ലോ പ്രശ്നം? അല്ല, വെണ്ണീർ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമുക്ക് അടിസ്ഥാന വളമായിട്ട് മിശ്രിതം ഒരുക്കുന്ന ഘട്ടത്തിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ട വളത്തിന്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ് ചാമ്പൽ. അതേസമയം സ്യൂഡോമോണാസ് എന്ന് പറയുന്നത് നമുക്ക് ചെടികൾ നട്ട് കഴിഞ്ഞതിന് ശേഷം അതിന്റെ വേരുകളിൽ അല്ലെങ്കിൽ ഇലകളിൽ ഫംഗസ് ബാധകളൊക്കെ വരാതിരിക്കാനായിട്ടുള്ള, അതുകൊണ്ട് നട്ടതിന് ശേഷം നനയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ സ്യൂഡോമോണാസ് കലക്കി കൊടുക്കാം. ഇലകളിൽ ചീര പോലുള്ള വിളകളിൽ ഇലകളിൽ പുള്ളി രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് സ്യൂഡോമോണാസ് ഒരു 15 ഡേയ്സ് ഇന്റർവെല്ലിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള ഡോസിലാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ ചാമ്പലും സ്യൂഡോമോണാസും തമ്മിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിന്റെ പ്രശ്നം വരുന്നില്ല. കാരണം ചാമ്പൽ എപ്പോഴും നമ്മൾ മണ്ണിൽ അടിസ്ഥാന വളമായിട്ട് മണ്ണിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്. മറ്റത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുകയും മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ഈ സ്യൂഡോമോണാസ് ചീരയിൽ തെളിക്കുന്നത് കൊണ്ട് നമുക്ക് ഭക്ഷണത്തിന് പ്രശ്നം വരില്ല അല്ലെ? തെളിക്കുന്നത് കൊണ്ട് ഇല്ല, അങ്ങനെ ഒരു
ഇഷ്യൂ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്യൂഡോമോണാസ് എന്ന് പറയുന്നത് ഒരു ബ്രോഡ് കാറ്റഗറി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ്. അതിനകത്ത് നിരവധിയായിട്ടുള്ള സ്പീഷീസ് ഉണ്ട്. സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്ന സ്പീഷീസ് ആണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷെ വേറെ സ്യൂഡോമോണാസിന്റെ വേറെ സ്പീഷീസ് ഉണ്ട്. ചിലത് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന സ്പീഷീസ് ഉണ്ട്, ബ്രോങ്കൈറ്റിസ് ഉണ്ടാക്കുന്ന സ്പീഷീസ് ഉണ്ട്. അപ്പം സ്യൂഡോമോണാസ് എന്ന് പറയുന്നത് ജീനസ് ആണ്, അതിന്റെ സ്പീഷീസ് നെയിം ഡിഫറെന്റ് ആയി. അപ്പൊ ഇവിടെ ഫ്ലൂറസെൻസ് എന്ന് പറയുന്ന സ്പീഷീസിന് അങ്ങനെയുള്ള ദോഷകരമായിട്ടുള്ള എഫക്റ്റ് ഒന്നും. ഇതില് ഒരു ക്വസ്റ്റ്യൻ സർ. ഹലോ, പറഞ്ഞാട്ടെ. അതെ സാറേ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ആയതുകൊണ്ട് പിന്നെ നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളിൽ നിന്ന് ഇതിന് എന്ത് സപ്പോർട്ടാണ് ജനങ്ങൾക്കുള്ളതെന്നൊന്ന് അറിയിച്ചാണ്. ഓക്കെ, ഗുഡ്. അതായത് നമുക്ക് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും, അത് പഞ്ചായത്ത് ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, ഈ എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിൽ കൃഷിഭവനുകൾ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അപ്പൊ അവിടെ കൃഷി ഉദ്യോഗസ്ഥര് ഉണ്ട്. ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ ആണെങ്കിലും കൃഷിശാസ്ത്രം പഠിച്ച ആൾക്കാരാണ്. BSc അഗ്രികൾച്ചർ കഴിഞ്ഞ ഗ്രാജുവേറ്റ്സ് ആയിരിക്കും കൃഷി ഓഫീസർമാര്. പക്ഷെ മുനിസിപ്പൽ ഏരിയയിലും കോർപ്പറേഷൻ ഏരിയയിലും ഒക്കെ പലപ്പോഴും VHSC തലത്തിൽ കൃഷി പഠിച്ച് കൃഷി വകുപ്പിൽ ജോയിൻ ചെയ്ത് അവർ കുറെ നാൾ കഴിഞ്ഞ് അവർക്ക് പ്രൊമോഷൻ ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും കൃഷി ഓഫീസർമാരായിട്ടുണ്ടാവും. അപ്പം അവരും കൃഷി വലിയ ഗാഢമായി പഠിച്ചവരല്ലെങ്കിൽ പോലും ജോലി പരിചയം കൊണ്ട് അത്യാവശ്യം കൃഷിക്കാരെ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുകളുള്ള ആൾക്കാരായിരിക്കും. പിന്നെ ആറ്റിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും. നമ്മുടെ മറ്റേത് മേഖലയിലും പോലെ ഈ ആൾക്കാരുടെ മനോഭാവവും സമീപനവും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഈ കൃഷിഭവനുകൾ വഴി സൗജന്യമായിട്ട് വിത്തുകൾ, പച്ചക്കറി വിത്തുകള്, തൈകള് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. ലാർജ് സ്കെയിലിൽ 25 സെന്റോ അതിന് മേളിലോ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്ന കൃഷിക്കാരാണെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ധനസഹായം, ഒരു സെന്റിന് 100 രൂപ എന്നുള്ള തരത്തിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ക്യാഷ് ബെനിഫിറ്റ് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയുണ്ട്. പിന്നെ മഴമറ അല്ലെങ്കിൽ റെയിൻ ഷെൽട്ടർ എന്നുള്ള രീതിയിൽ മഴക്കാലത്തടക്കം കൃഷി ചെയ്യാനായിട്ടുള്ള ആവശ്യമുള്ളവർക്ക് അത് പണിയാനുള്ള സാമ്പത്തിക സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്. പമ്പ് സെറ്റ്, അതുപോലെ സ്പ്രെയറുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും കൃഷിഭവനുകൾ വഴി നമ്മൾ സഹായം നൽകുന്നുണ്ട്. പിന്നെ കൂടാതെ ജനകീയാസൂത്രണ പരിപാടികളിലൂടെ ആ പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷനുകളുടെയോ ഫണ്ട് ഉപയോഗിച്ച് ഗ്രോ ബാഗ്, ചട്ടി, തൈ, വിത്ത്, മരുന്നുകൾ, വളങ്ങൾ ഒക്കെ കൊടുക്കുന്ന പദ്ധതികളുമാണ്. അപ്പൊ നമ്മുടെ പ്രദേശത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എന്തൊക്കെ സ്കീമുകളാണ് വർഷം അവർ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട അപേക്ഷകൾ കൊടുത്ത് സർക്കാരിന്റെ സഹായങ്ങൾ കൈപ്പറ്റാവുന്നതാണ്. ഹൈബ്രിഡ് വിത്ത് ഉണ്ടാകുന്ന വിത്തില്ലേ, പിന്നെ നമുക്ക് ഒരു പച്ചക്കറിയുടെ വിത്തിലും പിന്നെ ഉണ്ടാക്കാൻ പറ്റൂല? ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ കൃഷിക്കാർ പരമ്പരാഗതമായിട്ട് ഇത് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അവർ നെൽകൃഷി ചെയ്യുന്ന ആൾക്കാർ വീണ്ടും അതിൽ നിന്ന് നെൽവിത്തെടുത്തിട്ടാണ് അടുത്ത വിളക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു കാലത്ത്. പക്ഷേ നമ്മൾ പല വിളകൾ മിക്സ് ചെയ്ത് ഒരേ ചെടിയുടെ തന്നെ പല ഇനങ്ങളൊക്കെ നമ്മൾ മിക്സ് ചെയ്തൊക്കെ നടുമ്പോൾ ഇതിന്റെ ക്രോസ് പോളിനേഷൻ വരും. ഇതിന്റെ പരപരാഗണം വരുമ്പോൾ ആദ്യം ചെയ്ത അതേ പ്യൂരിറ്റി, അതേ ശുദ്ധത അടുത്ത തലമുറകളിൽ ചിലപ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും. അതിൽ കലർപ്പ് വരും. പിന്നെ മാത്രമല്ല ഈ ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നമ്മൾ ഒരേ സ്പീഷീസ് തന്നെ സ്വയംപരാഗണം നടത്തി വരുമ്പോൾ അതിന്റെ വിഗർ, അതിന്റെ സങ്കരവീര്യം കുറഞ്ഞ് അടുത്ത ജനറേഷനിൽ കുറഞ്ഞു വരാം. അപ്പൊ ആ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ വേണ്ടത്ര അകലം പാലിച്ച് രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് തമ്മിൽ ഐസൊലേഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ദൂരം പാലിച്ച് കാറ്റിലൂടെയും പ്രാണികൾ വഴിയും ഈ ക്രോസ് പോളിനേഷൻ നടക്കാത്ത രീതിയിൽ പാലിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ പച്ചക്കറി വിത്തുകൾ ഫർദറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം ഹൈബ്രിഡ് വിഭാഗത്തിൽപ്പെടുന്ന സങ്കര ഇനങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നത് നമ്മൾ സെക്കൻഡ് ജനറേഷനിൽ അതേ ആദ്യത്തെ ജനറേഷനിൽ അതേ വീര്യം കിട്ടാറില്ല. കാരണം അത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പേരന്റിനെ ചില കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ച് ഹൈബ്രിഡൈസ് ചെയ്തെടുക്കുന്ന വിത്തുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ജനറേഷനിലെ അതേ സങ്കര വീര്യം നമുക്ക് സബ്സിക്വന്റ് ജനറേഷനിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഹൈബ്രിഡ് സീഡ്സ് എപ്പോഴും പുതിയ വിത്തുകൾ വാങ്ങേണ്ടി വരും. അതേസമയം ലോക്കൽ സീഡ്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ സീഡ്സ് നമുക്ക്
ഐസൊലേഷൻ ഡിസ്റ്റൻസ് പാലിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ കലർപ്പില്ലാതെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും, പക്ഷെ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ വഴി ചിലപ്പോൾ അതിന്റെ വീര്യം കുറഞ്ഞു വരാം. ഹരിയോം സന്തോഷണ്ണ. ഹരിയോ, എന്റെ ചോദ്യം എന്താണ്, നമ്മളിപ്പോ പുകയില കഷായം ഉപയോഗിക്കുന്ന കീടനാശിനി ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ പുകയില കഷായം എത്ര എഫക്റ്റീവ് ആണ്, ഏതിനൊക്കെ ഉപയോഗിക്കാം? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പൊ പുകയില കഷായം നമ്മൾ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് പ്രധാനപ്പെട്ട കാരണം പുകയില ഒരു നോൺ കാർസിനോജനാണ്. ഏറ്റവും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്യാൻസർ കാരിയാണ്, ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു നോൺ കാർസിനോജനിക് സാധനമാണ്. അതൊരു ജൈവമാണ്, അത് ബൊട്ടാണിക്കൽ ആണ് എങ്കിൽ പോലും അത് പാസീവായിട്ട് പോലും പാസീവ് സ്മോക്കിംഗ് പോലും ആൾക്കാരിൽ ക്യാൻസർ ഉണ്ടാക്കാൻ പര്യാപ്തമാണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സംഗതി ആയതുകൊണ്ട് ജൈവ കൃഷിയിൽ യാതൊരു കാരണവശാലും പുകയില കഷായം ഇപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം അതിലെ നിക്കോട്ടിൻ സൾഫേറ്റ് എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ കഴുകി കളയാതെയാണ് ആൾക്കാർ കഴിക്കുന്നതെങ്കിൽ ആ പുകയില ആ പൊട്ടന്റ് ആയിട്ടുള്ള രൂപത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യകാലങ്ങളിൽ നമ്മൾ പുകയില കഷായം റെക്കമെൻഡ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ നമ്മൾ പുകയില കഷായം റെക്കമെൻഡ് ചെയ്യുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് എ നോൺ കാർസിനോജൻ. വേറൊരു ചോദ്യം, ചാണകപ്പൊടി, ചകിരിച്ചോറ് ഇതൊക്കെ സിറ്റിയിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ? അവിടെ എന്തെങ്കിലും, അപ്പൊ അതിന് ആൾട്ടർനേറ്റീവ് എന്തെങ്കിലും ഉണ്ടോ? കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എല്ലാ സിറ്റികളിലും ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആൾക്കാർക്ക് കൃഷിയോടൊരു റിന്യൂഡ് ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. അപ്പൊ എല്ലാ നഗരങ്ങളിലും ഈ ജൈവ വളങ്ങളും മറ്റു വളങ്ങളും വിത്തുകളും ഒക്കെ കിട്ടുന്ന ഒരുപാട് കടകൾ, ഔട്ട്ലെറ്റ്സ് ഉണ്ട്. കൃഷി വകുപ്പിന്റെ തന്നെ ഈ അഗ്രോ സർവീസ് സെന്റർ, ഇക്കോ ഷോപ്പ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃഷിഭവനിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ഉള്ള അഗ്രോ സർവീസ് സെന്റർ, ഇക്കോ ഷോപ്പ്, പ്രോഗ്രസീവ് ഫാർമേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ലിസ്റ്റ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് അവരെ ബന്ധപ്പെട്ട് അവരുടെ കയ്യിൽ നിന്നും ഈ പറയുന്ന വിത്തുകള്, വളങ്ങള്, മറ്റ് ചകിരിച്ചോർ, കമ്പോസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടുന്ന് മേടിക്കാൻ പറ്റും. ഓൺലൈനിൽ കിട്ടും, ഓൺലൈനിൽ ലഭ്യമാണ്. ഗുഡ് മോർണിംഗ് സാർ. എനിക്ക് 2 ചോദ്യമാണുള്ളത്. ഒന്ന്, ഞാൻ ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ അധികമായിട്ടും എത്ര നീം ഓയിലൊക്കെ അടിച്ചാൽ പോലും ഒരുപാട് മില്ലിബഗ്, അതുപോലെ മുഞ്ഞ, അതുപോലെ ഒരുപാട് പ്രാണികളുടെ ശല്യം ഉണ്ടാവാറുണ്ട്. അത് ഓവർകം ചെയ്യാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ അടുത്തൊരു കാര്യം, ഇതിൽ നിന്ന് ഞാൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പുറത്ത് സ്ഥല സൗകര്യം കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ടെറസിലുള്ള ചെടികളുടെ ഉണങ്ങിയ ഇലകളൊക്കെ ഞാനൊരു ചെറിയൊരു മണ്ണിന്റെ പോട്ടിലിട്ട്, ചെടിച്ചട്ടിയിലിട്ട് കത്തിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ നല്ല ഇലകൾ ഉണ്ടാവാം, അതുപോലെ ഇതുപോലെ അസുഖം ബാധിച്ച ഇലകൾ ഉണ്ടാവാം. അങ്ങനെ കത്തിച്ചിട്ടുള്ള ചാരം എനിക്ക് ചെടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ആദ്യത്തെ ചോദ്യം, നമ്മൾ എത്രയധികം കെയർ എടുത്തിട്ടും നമ്മുടെ ചെടികളെ നശിപ്പിക്കാനായിട്ട് ഈ കീടങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അതിൽ അത്ഭുതമൊന്നുമില്ല. അത് അവരുടെ സർവൈവലിന്റെയും കൂടെ പ്രശ്നമാണ്. നമുക്കൊരു ജീവിയെയും 100% ഇറാഡിക്കേറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. അവരുടെയും കൂടി ലോകമാണല്ലോ. അപ്പൊ അവര് നമ്മൾ എത്ര പ്രിക്കോഷൻസ് എടുത്താലും അതിനെ ഓവർകം ചെയ്യാനുള്ള ഇത് അവർക്കതിനുള്ള സർവൈവൽ സ്കിൽസ് ഉണ്ട്. അപ്പൊ അതൊരു ഫൈറ്റ് ആണ്, ഒരു സസ്റ്റെയിൻഡ് ഫൈറ്റ് ആണ്. നമ്മൾ അവരും തമ്മിൽ ഉള്ള ഒരു പോരാട്ടമാണ്. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഒന്ന്, ഒരു ക്രോപ്പ് ചെയ്യുമ്പോൾ ആ ക്രോപ്പിന്റെ അതേ കാറ്റഗറിയിൽപ്പെട്ട വാർദ്ധക്യം ബാധിച്ച് കേട് ബാധിച്ച ചെടികൾ അവിടെ ഉണ്ടാവാൻ പാടില്ല. ഉദാഹരണത്തിന്, നമ്മൾ മുളക് കൃഷി ചെയ്യുമ്പോൾ ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടും കീടങ്ങൾ വന്നിട്ടുള്ള ഒരു മുളക് ചെടി അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാവും. അപ്പോഴായിരിക്കും നമ്മൾ പുതിയൊരു മുളക് ചെടി ഇപ്പുറത്ത് കൊണ്ടുവെക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ക്രോസ് ട്രാൻസ്മിഷൻ, ആ കേട് ബാധിച്ചു നിന്നുള്ള കീടങ്ങൾ ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പൊ ഒരു എക്കണോമിക് ലൈഫ് കഴിഞ്ഞാൽ, നമ്മൾ വളർത്തുന്ന ചെടികൾക്ക് ഒരു എക്കണോമിക് ലൈഫ് ഉണ്ട്, ആദായകരമായ ഒരു കാലയളവുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടുന്ന ഒരു പൊട്ടും പൊടിക്കും വേണ്ടി അതവിടെ നിർത്തരുത്. അതപ്പോൾ തന്നെ റിമൂവ് ചെയ്ത് കളയുക, പുതിയ ചെടി പ്ലാന്റ് ചെയ്യുക. എക്കണോമിക് ലൈഫ് കിട്ടുന്നിടത്തോളം മാത്രമേ ചെടികളെ നമ്മൾ പരിചരിക്കാവൂ. അതിനുശേഷം നമ്മൾ ആ ചെടിയെ മാറ്റി ഒരു പുതിയ ചെടി അവിടെ നടുകയാണ് വേണ്ടത്. ഇനി 2, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ജൈവ
മാത്രം ചെയ്തുകൊണ്ടിരുന്ന ചിലപ്പോൾ എല്ലാ കീടങ്ങളെയും നശിപ്പിക്കാൻ കഴിയണമെന്നില്ല. നമുക്ക് തന്നെ പനിയോ ജലദോഷമോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരു കഷായമോ ഒരു ആവിപിടുത്തമോ ഒക്കെ നടത്തിയാൽ പോലും ചിലപ്പോൾ ആ സമയത്ത് നിലനിൽക്കുന്ന കാലാവസ്ഥ കൊണ്ട് ഒരു ബാക്ടീരിയയോ വൈറസോ ഒക്കെ നമ്മുടെ ശരീരത്തിൽ കടന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു ഡോക്ടറുടെ സേവനം തേടാൻ നമ്മൾ നിർബന്ധിതനായേക്കും. എന്ന് പറയുന്നത് പോലെ ഈ വേപ്പെണ്ണ എമൽഷനിലൊന്നും കാര്യങ്ങൾ നിൽക്കുന്നില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അഗ്രികൾച്ചറൽ എക്സ്പേർട്ടുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളത്. അപ്പൊ എങ്കിൽ ഒന്ന് രണ്ട് മരുന്നുകൾ ഞാൻ പറഞ്ഞു തരാം. ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള മരുന്നുകളാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ചെടികൾ പൂക്കുന്നതിന് മുമ്പ് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നുമാണ്. ആ വെജിറ്റേറ്റീവ് ഫേസിൽ ചെയ്യാനുള്ള മരുന്നുകളാണ്. ഒന്ന് അക്ടാറ, ACTARA, അക്ടാറ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അത് 1 ഗ്രാം 4 ലിറ്റർ വെള്ളം. 1 ഗ്രാം എന്ന് പറയുമ്പോൾ 1000 മില്ലിഗ്രാം ആണ്. 4 ലിറ്റർ എന്ന് പറയുമ്പോൾ 4000 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ 1000 മില്ലിഗ്രാം മരുന്ന് 4000 മില്ലി ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അതാണ് 1 ഗ്രാമിൽ 4 ലിറ്റർ വാട്ടർ എന്നുള്ളത് അർത്ഥം. അപ്പൊ അത് നന്നായി കലർത്തി ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പുഴുക്കളോ അല്ലെങ്കിൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളോ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും. അപ്പൊ ബാക്കി കാര്യങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ മാത്രം പൂക്കുന്നതിന് മുമ്പ് ഉള്ള ഘട്ടത്തിൽ അക്ടാറ 1 ഗ്രാമിൽ 4 ലിറ്റർ വെള്ളത്തിൽ. അപ്പൊ അത് താരതമ്യേന അവശിഷ്ട വിഷവീര്യം കുറഞ്ഞ ഒരു മോളിക്യൂളാണ്. അതിന്റെ പുറത്ത് പച്ച അല്ലെങ്കിൽ നീല ത്രികോണ ചിഹ്നമുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളൊരു മരുന്ന് സ്പ്രേ ചെയ്യാൻ പ്രേരിതനായെങ്കിൽ അവിടെ ഏറ്റവും സേഫായിട്ട് അത് സേഫ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ഗവൺമെന്റ് ലേബൽ ക്ലെയിംസ് അതിന്റെ പുറത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഗ്രീൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ ബ്ലൂ ട്രയാങ്കിൾ ഉള്ള മരുന്നുകൾ നമുക്ക് ഈ പൂക്കുന്നതിന് മുമ്പുള്ള കാലയളവിൽ നമുക്ക് ഏറെക്കുറെ സേഫ് ആയിട്ട് ഉപയോഗിക്കാവുന്ന മരുന്നുകൾ. അപ്പൊ ആ കാറ്റഗറിയിൽപ്പെട്ട മരുന്നുകൾ മാത്രം ഉപയോഗിക്കും. ഇത് വേപ്പിന് യൂസ് ചെയ്യാമോ? കറിവേപ്പിന് യൂസ് ചെയ്യാൻ പറ്റുമോ? പറഞ്ഞ മരുന്ന് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ, കറിവേപ്പിന്റെ ഏതെങ്കിലും പ്രോബ്ലത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 7 to 10 ഡേയ്സ് നമ്മൾ വിളവെടുക്കരുത്. ആ കാലയളവ് പ്രീ ഹാർവസ്റ്റ് ഇന്റർവൽ അല്ലെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് ആയിട്ട് കാണണം. അതിനുശേഷം വിളവെടുത്ത് നന്നായി കഴുകി ഉപയോഗിക്കും. താങ്ക് യു സർ. സാർ ആദ്യം തന്നെ പറഞ്ഞല്ലോ മണ്ണും കുമ്മായം കൂടി മിക്സ് ചെയ്തിട്ട് തണലത്തിട്ട് ഉണക്കണമെന്ന്. അതിന്റെ റേഷ്യോ എത്രയാണ് സർ? ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചാക്കിലോ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്കൊരു 6 കിലോ 5 മുതൽ 6 കിലോഗ്രാം വരെ മണ്ണൊക്കെ ആയിരിക്കും സാധാരണ ഇത് ഉപയോഗിക്കേണ്ടി വരിക. അപ്പൊ അതിന് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്നത് 100 ഗ്രാം കുമ്മായപ്പൊടി എന്നാണ്. 10 ചട്ടിയിൽ നിറയ്ക്കാനുള്ള മണ്ണ് നമ്മൾ ഒരു 60 കിലോ മണ്ണാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനകത്തേക്ക് ഒരു 600 ഗ്രാം കുമ്മായപ്പൊടി ചേർത്ത് ഒരു പുട്ടുപൊടിയുടെ നനവ് കിട്ടാനുള്ള ഈർപ്പം തളിച്ചു കൊടുത്ത് അത് വെയിലത്തിട്ടല്ല ഉണക്കേണ്ടത്, മൂടിയിട്ട് തണലത്തിട്ട് ഉണക്കല്ല ചെയ്ത് തണലത്തിട്ട് അത് മൂടിയിടണം. കാരണം അതിൽ ആ ജലാംശം നഷ്ടപ്പെട്ടു പോകരുത്. ആ സോയിൽ റിയാക്ഷൻ നടക്കണം. ഒരു 10-15 ദിവസം കൊണ്ട് അതിന്റെ pH എലിവേറ്റഡ് ആവണം. 5 കിലോ 4 കിലോ ഒക്കെ നിൽക്കുന്ന pH 6നും മേളിലേക്കും കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. കൂടിപ്പോയി എന്നുള്ളത് കൊണ്ട് അതൊരു കുഴപ്പമൊന്നും വരത്തില്ല. 100 എന്നുള്ളത് 150 ആയെന്നുള്ളതുകൊണ്ട് ശരിക്കും ഒരു കുഴപ്പവും വരത്തില്ല. നമ്മൾ എക്കണോമിക്ക് വേണ്ടിയിട്ടാണ് 100 ഗ്രാം എന്ന് പറയുന്നത്. ഞാനിപ്പോ മുഞ്ഞ അല്ലെങ്കിൽ മില്ലിബഗ് അതുപോലെ എന്തെങ്കിലും ഫംഗസ് ബാധിച്ച ചെടികളെല്ലാം ചെടിച്ചട്ടിയിലിട്ട് കത്തിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ ചാര യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇത് കത്തിച്ച് കഴിയുമ്പോഴേക്കും അതിനകത്തുള്ള ബാക്ടീരിയയും ഫംഗസും വൈറസും എല്ലാം തന്നെ നശിച്ചു പോകും. അപ്പൊ അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. അതായത് വാർദ്ധക്യം ബാധിച്ച് മാത്രം കൊഴിയുന്ന ഇലകളാണെങ്കിൽ ആ ഇല തന്നെ ആ ചെടിയുടെ ചുവട്ടിൽ ദ്രവിച്ച് ചേർന്നോട്ടെ. അതേസമയം ഒരു ലീഫ് സ്പോട്ടോ അല്ലെങ്കിൽ ഒരു വൈറസ് ഇൻഫെക്ഷനോ വന്ന് ചെടിയാണെങ്കിൽ തീർച്ചയായിട്ടും കത്തിച്ചിട്ട് അതിന്റെ ചാമ്പല് ചേർത്ത് കൊടുക്കുക. ഒരു കുഴപ്പമില്ല. ശരിയോ? ഈ മണ്ണില് തടമെടുക്കുമ്പോഴേ ആ തടത്തില് കരിയിലൊക്കെ ഇട്ട് കത്തിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അത് നല്ലതാണോ? അത് നല്ലതുമാണ് മോശവുമാണ്. നല്ലത് ഇൻ ദ സെൻസ് ആ മണ്ണില് ഉള്ള എന്തെങ്കിലും പ്യൂപ്പകൾ മുൻ സീസണിലെ ഏതെങ്കിലും കീടങ്ങളുടെ ലാർവകളോ പ്യൂപ്പകളോ ഒക്കെ ആ മണ്ണിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ കത്തലിലൂടെ അതും ഒരു പരിധിവരെ കൺട്രോൾഡ് ആവും.
കത്തിക്കുന്ന ഒരു കാർബൺ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അന്തരീക്ഷത്തിലേക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ടാവാൻ കാരണമാകുന്ന ഒരു പ്രക്രിയയാണ് ബേണിംഗ്. അപ്പൊ ബേണിംഗ് പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ കാർബൺ ന്യൂട്രൽ പ്രാക്ടീസസ് എന്നുള്ള നിലയിൽ നമ്മളോട് കാലഘട്ടം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് കരിയിലകൾ കത്തിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. രോഗം ബാധിച്ച ചെടികളുടെ ഇലകളോ ചെടികളോ ആണെങ്കിൽ മാത്രം കത്തിക്കുക. അപ്പൊ മണ്ണിലുള്ള കീടങ്ങളെ കൊല്ലാനായിട്ട് നമുക്ക് വേറെ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു കുമ്മായം ചേർത്ത് കൊടുക്കുക. കുമ്മായം ചേർത്ത് കൊടുക്കുമ്പോൾ തടത്തിലാണ് ചെയ്യുന്നതെങ്കിൽ തടത്തിൽ 100 ഗ്രാം കുമ്മായം ചേർത്ത് ഒരു കുന്താലി കൊണ്ട് അറിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏത് ലാർവയോ കീടമോ ഉണ്ടെങ്കിൽ ആ കുമ്മായത്തിന്റെ എഫക്റ്റ് കൊണ്ട് നശിച്ചു പോകും. പിന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്കും ട്രൈക്കോഡർമയും ഒക്കെ ഇടുന്നത് കൊണ്ട് അതിന്റെ എഫക്റ്റ് കൊണ്ടും അതിനകത്തുള്ള അണുക്കൾ നശിച്ചു പോകും. അപ്പോ കീടങ്ങളെ കൊല്ലാൻ വേണ്ടി കത്തിക്കേണ്ട കാര്യമില്ല, കത്തിക്കാതിരിക്കുകയാണ് നല്ലത്. ഹരി ഓം. നമുക്ക് ഇത്ര നേരം നല്ല ഒരു സെഷൻ നമുക്ക് കാഴ്ചവെച്ച് ശ്രീ പ്രമോദ് മാധവൻ സാറാണ്. അദ്ദേഹം കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അദ്ദേഹത്തിന് സമിതിയുടെ പേരിലും നമ്മളുടെ എല്ലാവരുടെയും പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനിയും ഇതേപോലുള്ള സെഷന് അങ്ങക്ക് സമയമുള്ള സമയത്ത് ഞങ്ങളുടെ വന്ന് നടത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഈ ഇതിന് പങ്കെടുത്ത എല്ലാ യോഗ ബന്ധുക്കൾക്കും നന്ദി അറിയിക്കുന്നു. അജയകുമാർ അണ്ണന് ഞങ്ങളുടെ സ്പെഷ്യൽ താങ്ക്സ്. ഹരി ഓം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹരി ഓം.